ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ശരി, വരും നമുക്ക് തുടങ്ങാം ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ലീഡറാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം എഴുതുന്ന ഓരോ കാര്യങ്ങളും തീപ്പൊരി പോലെയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അതുപോലെ അദ്ദേഹത്തെ എതിർക്കുന്നവരും എല്ലാവരും ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹം ഉദ്ധവ് താക്കറെയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേന പാർട്ടിയിൽ ഇദ്ദേഹം ഒരു വലിയ നേതാവാണ്. പ്ലീസ് വെൽക്കം സഞ്ജയ് റാവുത്ത്. കയ്യടി തുടങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ ജഡ്ജിയായ രാം ത്രിപാൽ സിംഗിനെ. ആപ്കി അദാലത്തിൽ താങ്കൾക്കെതിരായ കുറ്റങ്ങൾ ഇവിടെ നിരത്തുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി രാം ത്രിപാൽ സിംഗിന്റെ അനുവാദം നമുക്ക് ചോദിക്കാം. വിചാരണയും തുടങ്ങാം. വിചാരണ തുടങ്ങാം. അതിനു മുൻപ് സഞ്ജയ് റാവുത്തിന്റെ അടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ്, കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് നമുക്കൊരു വിഷ്വൽ കാണാം. സഞ്ജയ് റാവുത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിനെ പറ്റി കാണാം. സഞ്ജയ് റാവത്ത് കഴിഞ്ഞ പല വർഷങ്ങളായി ശിവസേനയുടെ ഏറ്റവും വലിയൊരു നേതാവാണ്. സഞ്ജയ് റാവത്ത് തന്റെ ജീവിതം ഒരു ക്രൈം റിപ്പോർട്ടറോട് കൂടിയാണ് തുടങ്ങിയത്. ആദ്യം മറാഠി വീക്കിലിയായ മാർണിക്, ഒപ്പം ലോക് പ്രഭയിൽ തന്റെ അണ്ടർവേൾഡ് റിപ്പോർട്ടിംഗ് മുഖേന സഞ്ജയ് റാവത്ത് തനിക്കെന്നൊരു സ്ഥാനം നേടിയെടുത്തു. പിന്നീട് ബാലാ സാഹിബ് താക്കറെയുടെ ദൃഷ്ടി സഞ്ജയ് റാവത്തിന്റെ മേൽ പതിച്ചു. ശിവസേന പാർട്ടി സഞ്ജയ് റാവത്തിനെ ഏകദേശം 30 വയസ്സുള്ളപ്പോൾ അവരുടെ പ്രമുഖ പത്രമായ സാമ്നയുടെ എഡിറ്റർ ഇൻ ചീഫായി അപ്പോയിന്റ് ചെയ്തു. ഏകദേശം 30 വർഷങ്ങളായി സഞ്ജയ് റാവത്ത് സാമ്നയുടെ എഡിറ്ററായി ജോലി ചെയ്യുന്നു. സാമ്നയുടെ എഡിറ്റോറിയലിൽ സഞ്ജയ് റാവത്തിന്റെ തീക്ഷ്ണമായ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തെ ജനങ്ങളുടെ മധ്യയിൽ സ്വീകാര്യനാക്കി. സഞ്ജയ് റാവത്ത് രാജ്യസഭാ മെമ്പറാണ്. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ ഇദ്ദേഹം നമ്പർ 2 എന്ന് അറിയപ്പെടുന്നു. സഞ്ജയ് റാവത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലൈം ലൈറ്റിലാണ് ഉള്ളത്. ബിജെപിയും ശിവസേനയും തമ്മിലുള്ള അലയൻസ് ഇല്ലാതാക്കി NCP പിന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ശരത് പവാറിന് വളരെ സ്വീകാര്യനായതുകൊണ്ട് സഞ്ജയ് റാവത്ത് 3 പാർട്ടികളെയും ഒന്നിച്ചു ചേർക്കുന്ന കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ശിവസേനയുടെ പാർട്ടി ഉത്തരവാദിത്തങ്ങളിൽ ഉള്ളതുകൊണ്ട് ഉദ്ധവ് താക്കറെയുടെ അഭിപ്രായങ്ങൾ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ കൊണ്ടുചെന്ന് ചേർക്കേണ്ട ഉത്തരവാദിത്തം സഞ്ജയ് റാവത്തിനാണ്. ഇദ്ദേഹം പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ബാലാ സാഹിബ് താക്കറെയുടെ ബയോപിക്കിന്റെ പ്രൊഡ്യൂസർ പിന്നെ റൈറ്ററുമായ സഞ്ജയ് റാവത്ത് ആപ്കി അദാലത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ വന്നിരിക്കുകയാണ്. വരൂ, ആരംഭിക്കാം ഇന്നത്തെ ആപ്കി അദാലത്ത്. അതിനു മുമ്പ് സഞ്ജയ് റാവത്തിന്റെ മേലുള്ള കുറ്റാരോപണം നോക്കാം. ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിന്റെ മേലുള്ള ആദ്യ കുറ്റാരോപണം ഇദ്ദേഹം സെൻസേഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി വാർത്തകൾ മുഖേന സ്റ്റണ്ട് അടിക്കുന്നതായി പറയുന്നു. സഞ്ജയ് സാർ, താങ്കളെ പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. താങ്കൾ ക്രൈം റിപ്പോർട്ടറായിരുന്നു. ആ സമയത്താണ് താങ്കൾ വളരെ പ്രസിദ്ധമായ ക്രൈം കേസുകൾ എഴുതിയിരുന്നത്. ആ ശീലം ഇപ്പോഴും താങ്കളെ വിട്ടു പോയിട്ടില്ലെന്ന് തോന്നുന്നു. താങ്കളുടെ സ്റ്റേറ്റ്മെന്റും താങ്കളുടെ എഴുത്തുകളും രാഷ്ട്രീയത്തിൽ ദിവസവും ഒരു സെൻസേഷനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം തന്നെ വലിയൊരു ക്രൈം അല്ലേ? ഇപ്പൊ കൂടുതലും ക്രൈം നടക്കുന്നത് രാഷ്ട്രീയത്തിൽ തന്നെയാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നു എന്ന്, സെൻസേഷന് വേണ്ടി. താങ്കൾക്കൊരു ഉദാഹരണം പറയാമോ? ഈ സ്റ്റണ്ട് ഒന്നു മാത്രമല്ല, ധാരാളം ഉണ്ട്. പറയൂ. ആദ്യത്തെ ഉദാഹരണം, ഇപ്പോ ഈയിടയ്ക്ക് താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞു. ശിവസേനയുടെ പേരിൽ പിന്നെ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി 2000 കോടി രൂപയുടെ ചർച്ചകൾ നടന്നതായിട്ട് പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അപ്പൊ അതിലേതാ ശരിയെന്ന് താങ്കൾ പറയും? ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു കളിയാട്ടമാണ്. അതാണ് സത്യം. ഇപ്പൊ എല്ലാവർക്കും അതറിയാം. പണം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ കളി രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ പണം ഒന്നുമില്ലാതെ തന്നെ വലിയൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾ.
ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുമുണ്ട്, ഗവൺമെന്റ് വീഴ്ത്തിയിട്ടുമുണ്ട്. എല്ലാം പണത്തിന്റെ ഒരു കളിയല്ലേ. CM ഏക്നാഥ് ഷിൻഡെ ഇല്ലേ, അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സ്വാതന്ത്ര്യ സമരം. ഈ നാട്ടിൽ ഇപ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഇവിടെ ഒരു എതിർകക്ഷി എന്നൊന്നുണ്ടോ? ഇപ്പോ അവസാനത്തെ ആശാകിരണവും കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അതിപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയാലും ഇലക്ഷൻ ആയാലും സെൻട്രൽ ഏജൻസി കൂടി ആയിരിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതുവരെ 2000 കോടി മഹാരാഷ്ട്രൻ രാഷ്ട്രീയത്തിൽ ചെലവായിട്ടുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിലും ശിവസേന എന്ന പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഇലക്ഷനിൽ തയ്യാറാകുമ്പോൾ എന്നും പറയാറുണ്ട് 50 ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന്. ഇമാതിരി 50-50 വിഷയത്തിൽ 50-50 കോടിയാണ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും മറുത്ത് പറയുമില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ 50 MLA മാർ തോറ്റുപോയാൽ 50-50 വെച്ചു കൊടുത്താൽ അത് 1000 കോടി ആയില്ലേ? ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ഷനിൽ നമ്മുടെ റിസൾട്ട് പോലും വന്നിരിക്കുന്നത്. ഈ 50 പേർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പബ്ലിസിറ്റി വിഷയങ്ങൾ ഇലക്ഷന്റെ സമയത്ത് താങ്കളല്ലേ പറഞ്ഞത് 2000 കോടി രൂപ ചെലവായിട്ടുണ്ട്, അതിനുശേഷമാണ് ഗവൺമെന്റ് തന്നെ മാറിയെന്ന്. ഇലക്ഷനിൽ എന്താണ് നടന്നതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും അതറിയാം. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും വലിയൊരു ഇലക്ഷൻ നടക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം അറിയാം. പറഞ്ഞു വരുന്നത് 2000 കോടി ഒരു ചെറിയ കാര്യമാണോ അതോ അല്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. ഒറിജിനൽ എമൗണ്ട് എത്രയാണെന്ന് എല്ലാവരുടെയും ഞാൻ കണക്ക് പറയാം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ശിവസേന പാർട്ടിയുടെ 384 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഇല്ലേ, അതിനെക്കുറിച്ചുള്ള സങ്കടം സഞ്ജയ് റാവത്തിനുണ്ട്. അത് കൈവിട്ട് പോകാൻ പാടില്ലല്ലോ. അതായത് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ 300 കോടിയൊക്കെ എന്ത്? താങ്കൾ തന്നെ പറയൂ. ഇതെത്ര പഴയ പാർട്ടിയാണെന്നറിയില്ലേ? കഴിഞ്ഞ 50 വർഷമായി ഈ പാർട്ടി ഇവിടെ തന്നെയുണ്ട്. ഇത്രയും കാലം മുംബൈയിലും രാജ്യത്തെ ഗവൺമെന്റിലും സെൻട്രലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു പാർട്ടിയുടെ ഫണ്ട് എവിടെ നിന്ന് വരും? 300 കോടി 400 കോടിയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് ഷിൻഡെ സാറിന്റെ വയറുവേദനയ്ക്ക് കാരണമാവരുതല്ലോ. എനിക്കെന്തോ ഇത് കുറവായിട്ടാണ് തോന്നുന്നത്. അവരെന്താണ് കരുതുന്നത് വെച്ചാൽ മാധുശ്രീയോടൊപ്പം പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ബാലാസാർ അവിടെയുള്ള 2 ഫ്ലോർ 2 ബ്രദേഴ്സിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. മൂന്നാമതായി ശിവസേനയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഇത് നോക്കൂ, എലക്ഷൻ വന്ന കാരണം ഇവരെല്ലാവരും കൂടി ശിവസേനയെ അത്തരത്തിലാണ് കാണുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരെന്തു തന്നെ പറഞ്ഞോട്ടെ, ഇതെല്ലാം 2-3 മാസത്തിൽ നുണയാണെന്ന് തെളിയും. ഈ കളിക്കണ കളികളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചു മാസത്തേക്ക് മാത്രം. ഒറിജിനൽ ശിവസേന ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. പക്ഷേ 40 MLA മാർ അവരുടെ പക്കലാണ്, 12 40 MLA ഇല്ലെങ്കിൽ എന്താ പാർട്ടി നടക്കില്ലേ? 40 MLA മാരെ ആരാ ജയിപ്പിച്ചത്? ആരാ MLA ആക്കിയത്? പാർട്ടിയല്ലേ? താക്കറെ സാറല്ലേ? ബാലാസാഹിബ് താക്കറെക്ക് നല്ല പവറായിരുന്നു. എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 40 പേർ വീണ്ടും ഇലക്ഷനിൽ പോയി, എന്നിട്ട് ജയിച്ചിട്ട് വരും. അപ്പൊ മനസ്സിലാകും ഒറിജിനൽ ശിവസേന എവിടെയാണെന്ന്. സജയ് സാർ, അതായത് ഇലക്ഷന്റെ സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ശിവസേന എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ അതൊരു ലോക് താന്ത്രിക് പാർട്ടി, അതുപോലെ ഉദ്ധവ് താക്കറെ തനിക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള രാഷ്ട്രീയം ഇവിടെ ഉണ്ടോ? നിങ്ങൾ ശിവസേനയെ പറ്റി പറയുന്നു. ഇപ്പൊ ഇവിടെ ആരെയാണ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്? ആരെ പ്രസിഡന്റ് ആക്കണം? അവർക്ക് എന്ത് ജോലി കൊടുക്കണം? ശിവസേന ഏത് ഡയറക്ഷനിൽ പോകണം എന്നൊക്കെ ഞങ്ങളല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഇലക്ഷൻ കാലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഞങ്ങൾ പാലിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോ ശേഷൻ സാറില്ല. ശേഷൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുവോ? ഞങ്ങളും കണ്ടോണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ അത് നമ്മളെ തന്നെ തിരിച്ചറിയേണ്ട സമയമാണ്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ശിവസേന ശരിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ശിവസേനയുടെ പേര്, ശിവസേനയുടെ ചിഹ്നം, അതെല്ലാം എന്തുകൊണ്ടാണ് ഷിൻഡെയുടെ പാർട്ടിക്ക് നിങ്ങൾ കൊടുത്തത്? BJP നേതാക്കളൊക്കെ ഡൽഹിയിൽ സെറ്റിലായി കഴിഞ്ഞു. താക്കറെ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ശിവസേന എപ്പോഴും താക്കറെ സാറിന്റെ കൂടെയല്ലേ ഉണ്ടാവുക. ഇത് ആപ്കി അദാലത്ത്, ഇത് രജത് ശർമ്മയുടെ പ്രോഗ്രാം. ഇവിടെ ജോലി ചെയ്തിരുന്ന ഇലക്ട്രീഷ്യനോ ലൈറ്റ്മാനോ അല്ലെങ്കിൽ കാർപ്പന്റേഴ്സോ വന്ന് ഇത് ഞങ്ങളുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ആപ്കി അദാലത്ത് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായം? ഇത് രജത് ശർമ്മയുടെ പ്രോഗ്രാം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ ഭംഗി. പിന്നെന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത്? പേര് നഷ്ടപ്പെട്ടു, ഇലക്ഷനും പോയി, താക്കറയുടെ ബ്രാൻഡ് തനിയെ നിൽക്കുമെന്ന് താങ്കൾ എങ്ങനെ പറയും? എന്തുകൊണ്ട് നടക്കില്ല? താക്കറെ ബ്രാൻഡാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഷിൻഡെ കൂടെ താക്കറെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റാണ്. അതായത് താക്കറയുടെ പേരില്ലാതെ അവർക്ക് വരാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. ഇവരെന്താ ചെയ്തിരിക്കുന്നു നോക്കൂ. ഈ ശിവസേന
ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എല്ലാവരും പറയും ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്, താക്കറയുടെ പേര് കൊടുത്തിട്ടുണ്ടെന്ന്. അതാണ് സത്യം. കാരണം താക്കറയുടെ പേരില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്ത് വെക്കാമായിരുന്നല്ലോ. താക്കറേക്ക് പേരും കിട്ടിയിരുന്നതിനെയും പാർട്ടിയും നടന്നു. ഒരാവശ്യവുമില്ല. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു. ഞങ്ങളാരെയും ഓട്ടിച്ചില്ല, നിങ്ങളായിട്ട് തന്നെ ഓടിപ്പോയതാ. അതായത് ഭയന്നിട്ടാണ് ഓടിയത്. നിങ്ങൾ ഇഡിക്കും CBIക്കും ഭയന്നിട്ട് പോയി. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചതേയില്ല. ഏത് പാർട്ടിയാണോ നിങ്ങൾക്ക് ജീവൻ തന്നത്, നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ടാക്കി തന്നത്, ആ പാർട്ടിയുടെ മുതുകത്ത് കത്തികൊണ്ട് കുത്തിയിട്ട് നിങ്ങൾ ഓടിപ്പോയി. അങ്ങനെയുള്ളവരോട് കൂടെ എന്തിനു നിൽക്കണം? ശിവസേന ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കില്ല. മറ്റവരെ കൊണ്ട് തല കുനിപ്പിക്കും. ഇപ്പൊ അവര് പോട്ടെ, നാളെ തീർച്ചയായും വരും. ഇത് മഹാരാഷ്ട്ര, നമ്മുടെ നാട്. ജനങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഈയിടയ്ക്ക് ഞാൻ വളരെ പ്രസിദ്ധമായ ഒരു കേസ് അത് എഡിറ്റോറിയൽ വായിച്ചു. അതായത് മഹാരാഷ്ട്രയുടെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതോ മായാജാലങ്ങൾ ചെയ്തെന്ന് കേട്ടു. പച്ചമുളകും നാരങ്ങയൊക്കെ വെച്ച് എന്തോ ഒരു പരിപാടി. അത് സത്യമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പബ്ലിക്കിൽ പോയി സർവേ ഒന്ന് എടുത്തു നോക്കൂ. അപ്പൊ അറിയാം മഹാരാഷ്ട്രയിൽ എന്താണ് നടക്കുന്നതെന്ന്. താങ്കൾ പറയുന്നത് സത്യമാണോ? ആ, നിങ്ങൾ പോയി ജനങ്ങളുടെ മുന്നിൽ നിന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പബ്ലിക്കിന്റെ ഇടയിൽ നിന്നും ചോദിക്കൂ, അല്ലെങ്കിൽ CM ഓഫീസിൽ പോയി ചോദിക്കൂ. ഗുവാഹട്ടിയിൽ ആ അമ്പലത്തിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ആരെയൊക്കെ ബലി കൊടുത്തു? മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, കാമാക്ഷ അമ്പലത്തിൽ ബലിയൊക്കെ നൽകിയെന്ന്. അത് പദവി ഉണ്ടാക്കുന്നതിന് വേണ്ടി, പദവി നിലനിർത്താൻ വേണ്ടി, എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടി ബലി കൊടുത്തു. അതെല്ലാവർക്കും അറിയാവുന്നതല്ല, അതിൽ മറയ്ക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വല്ല രഹസ്യമായ കാര്യമാണോ അത്? നിങ്ങൾ മഹാരാഷ്ട്രയിലെ ഏതൊരു വീട്ടിൽ വേണമെങ്കിലും ചോദിച്ചോളൂ. അവിടെ എന്തൊക്കെ മായാജാലമാണ് നടക്കുന്നത് ചോദിച്ചു. ആരോട് ചോദിച്ചാലും പറയും മഹാരാഷ്ട്രയിലെ ഓരോ വീടും അറിയാം. ഇത് മഹാരാഷ്ട്രയുടെ പാരമ്പര്യമേ അല്ല. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ പാരമ്പര്യമേ അല്ല. നോക്കിയാൽ അതുപോലൊക്കെ ചെയ്യുന്നത് ശരിയാണ്. ചോദിച്ചു നോക്കൂ. ചോദിച്ചു നോക്കാമല്ലോ. എന്തോ മാജിക് ഇത് ഗവൺമെന്റ് രൂപീകരിച്ചു. ജനങ്ങൾ തൂക്കി എറിഞ്ഞ ഓടിപ്പോവും എവിടെയെങ്കിലും. പക്ഷെ താങ്കൾ എഴുതിയിരുന്നു സുപ്രിയജിയുടെ സാരിയിൽ തീ പിടിച്ചെന്നൊക്കെ. പിന്നെ ആർക്കോ ആക്സിഡന്റ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായി. ഇന്ന് ഗവൺമെന്റ് തലത്തിലല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങൾക്കറിയാം, പറയുന്നുമുണ്ട്. മന്ത്രതന്ത്രങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപമാനകരമായ കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സുപ്രിയജിയുടെ സാരിയിൽ തീ പിടിച്ചു, അജിത് പവാർ ലിഫ്റ്റിൽ കുടുങ്ങി, പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നു. ബാല സാർ അവിടെ തന്നെ വീണ് തോളിൽ പരിക്ക് പറ്റി. ധനഞ്ജയൻ മുണ്ടയ്ക്ക് ആക്സിഡന്റ് ആയി. പിന്നെ സഞ്ജയ് റാവു ജയിലിലും പോയെന്ന്. ഇതിനെല്ലാം കാരണം ആ മാന്ത്രികമാണ്. വിനായക് മെട്ടെ മരിച്ചുപോയി, അതും ഈ ലിസ്റ്റിൽ ചേർത്തിക്കോളൂ. ഇങ്ങനെയൊക്കെ പബ്ലിക്കാണ് പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ആ ഒരു ലൈൻ വായിക്കാൻ നിങ്ങൾ മറന്നുപോയി. ഇതെല്ലാം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ജനങ്ങളാണ്. അതെ, ജനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് താങ്കൾ എഴുതിയിരിക്കുകയാണ്. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിക്കുന്ന മന്ത്രിമാരെല്ലാം ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുകയാണെന്ന്. ഇതുണ്ടല്ലോ, ഇത് ഗവൺമെന്റിന്റെ, ജനങ്ങളുടെ ആഗ്രഹമായിരിക്കാം. അതായത് ഈ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, അവര് നീതിയും ന്യായവും ഒക്കെ നോക്കുന്നവരാണ്. ഒന്നുമില്ലെങ്കിൽ അവരെ ജയിലിൽ അടച്ചേക്കൂ, അല്ലെങ്കിൽ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂ. ഒന്നിനും അവർ ഭയപ്പെടില്ല. പക്ഷെ അതുമൊക്കെ താണ്ടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഈ അദാലത്ത് വരെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇനിയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ മഹാരാജ്യം ഒന്നും കൂടെ സ്വതന്ത്രമാകും. അപ്പൊ കുറച്ചു നാളിനുള്ളിൽ അവരുടെ ബ്ലാക്ക് മാജിക് ഒക്കെ പുറത്തു വരുമല്ലോ. മാജിക് തന്നെയല്ലേ? ബാലാസാഹിബ് താക്കറയ്ക്കൊരു മാജിക് ഉണ്ട്. അത് വലിയൊരു മാജിക്കാണ്. ഈയിടെയായി താങ്കൾ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതായത് അതിൽ ഉദ്ധവ് താക്കറയ്ക്ക് അസുഖമില്ലാതെ കിടക്കുകയാണെന്ന്, ആരോ അദ്ദേഹത്തിന് കൈവശം വെച്ചു എന്നൊക്കെ. എന്താ നടന്നതെന്നറിയോ? 6-8 മാസം, ഏതാണ്ട് ഒരു വർഷം, ടോട്ടൽ മഹാരാഷ്ട്ര തന്നെ ടയേർഡായി പോയി. ഉദ്ധവ് താക്കറെ പോലുള്ളൊരു വ്യക്തി അസുഖം ബാധിച്ച് കിടപ്പിലായി, ഓർമ്മയും നശിച്ചു. അതിനുള്ളിൽ ഈ ഗവൺമെന്റിനെ വീഴ്ത്താനുള്ള ശ്രമം ആരംഭിച്ചു. നമ്മുടെ നേതാവാണെങ്കിൽ കിടക്കപ്പായിലും സീരിയസ് ആയിരിക്കുന്നു, അൺകോൺഷ്യസ് ആയിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ചില ഫ്രണ്ട്സ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ഭരണം തകർക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ അർത്ഥം ഇതാണോ ജനാധിപത്യം? പക്ഷെ അതിനെതിരായിട്ട് പോരാടാൻ വേണ്ടി താങ്കൾ കോർട്ടിൽ പോയില്ലേ? തീർച്ചയായും പോരാടും. എന്റെ ആയുസ് മുഴുവൻ ഞാൻ പോരാടും. കാര്യം നോക്കിയാൽ താങ്കൾ എഴുതിയിരിക്കുന്നത് കോർട്ടിൽ പോയി പോരാടണം, പക്ഷെ നിങ്ങൾ എഴുതിയിരിക്കുന്നു ന്യായവും ധർമ്മവും ചിലരുടെ പോക്കറ്റിലാണ് ഉള്ളതെന്ന്. തീർച്ചയായും യോജിക്കുന്നു. അത് ഞാൻ എഴുതിയത് സത്യമാണ്. അക്കാര്യം ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. അത് ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് മിക്കവാറും എല്ലാ ജനങ്ങളും നിയമത്തിന്റെ വഴികൾ, ഇതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ ന്യായമൊന്നുമില്ലെന്ന്.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീതിന്യായ കോടതി, അതായത് സുപ്രീം കോടതി, അതിലാണ് ഞങ്ങൾക്ക് മുഴുവൻ വിശ്വാസവും. തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചില കാര്യങ്ങളും താങ്കൾ എഴുതിയിട്ടുണ്ട്. അതായത് പദവിയിലുള്ളവർ ഖജനാവിന്റെ ബംഗ്ലാവ് പോലെയാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേയില്ല. മഹാരാഷ്ട്രയിൽ ഒരു കവിയുണ്ട്, അണ്ണാ ഭാവു സാട്ടെ. ഇത് അദ്ദേഹം എഴുതിയ പുതിയൊരു കവിതയാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഒരുപാട് താങ്കൾ കാര്യങ്ങളുണ്ട്. എഴുതിയിരിക്കുന്നു ആരടുത്ത് പോയാണ് ന്യായം ചോദിക്കുന്നത്? കാരണം ഇവിടെ ന്യായം ചോദിച്ച് പോരാടാനുള്ള സന്ദർഭമില്ല. ഡെഫിനറ്റ്ലി ന്യായം അന്വേഷിച്ചു വരുന്നവർക്ക് ന്യായം കൊടുക്കുന്നതിന് പകരം ചിലവർ രാജ്യസഭയിൽ പോകുന്നു, ചിലർ രാജ്യപാലാകുന്നു, മറ്റു ചില ആൾക്കാർ കോർപ്പറേഷന്റെ ചെയർമാനാകുന്നു. ന്യായം നടക്കുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കോർട്ടിൽ ഈ ചെയറിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഒരുപക്ഷെ പക്ഷപാത രീതിയിലല്ലാതെ ചിന്തിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായി നിങ്ങൾ സംസാരിക്കരുതല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരുടെ നോട്ടമാണ് ആ റിട്ടയർമെന്റ് കാലത്തേക്ക്. അത് നോക്കിയിട്ടാണ് അവർ നിയമം പോലും പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് കോടതികളെ ഭയമില്ലേ? എതിർക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വാക്കുകളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും, അത് സത്യമാണ്. പക്ഷേ ഇത് ഇല്ല, ഞാൻ താങ്കളുടെ പറഞ്ഞിട്ടില്ല. പേരിലാണ് ഇത് ഈ പ്രിന്റ് print and ആയിരിക്കുന്നത്. publish എന്ന് ഇതില് പ്രിന്റ് ആൻഡ് പറയുന്നത് പബ്ലിഷ് സഞ്ജയ് റാവുത്ത് എന്നാണ് ട്വീറ്റ് ആയിരിക്കുന്നത്. ഇത് താങ്കൾ മറാഠി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. താങ്കൾ എഴുതിയിരിക്കുന്നു ന്യായം കൊടുക്കേണ്ട കോടതി പോലും പണബലത്തിന്റെ വെപ്പാട്ടിയാണെന്ന്. സത്യം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ കവി അണ്ണാ ഭാവു സാറ്റയുടെ പേര്, അദ്ദേഹത്തിന്റെ ഒരു കവിതയിലെ വരി മാത്രമാണിത്. പക്ഷേ അതാണ് ഇത് ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞത്. കവിതയാണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇല്ലില്ല, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. സർ, സർ, നോക്കൂ, ഇത് പിന്നെ താങ്കൾ അത് എന്താണെന്ന് tweet വെച്ചാൽ ആണ്. നിങ്ങളുടെ താങ്കളുടെ tweet കയ്യിലുള്ളത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളും എന്നെ പറ്റി ഇൻകംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നതും. ശരി, അപ്പോൾ എല്ലാ കാര്യങ്ങളും താങ്കൾ തന്നെ പറഞ്ഞു. നോക്കൂ, ഇതെന്റെ കവിതയല്ല, പക്ഷെ അതിന്റെ ആശയമുണ്ടല്ലോ, അത് ഈ രാജ്യത്തിന്റെ ആശയമാണ്. മറ്റൊരു കാര്യവും എന്റെ കൈവശമുണ്ട്. അതായത് അതില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതായത് ഇഡിയോട് പറയാണ്, എന്നോട് വഴക്കിന് വരണ്ട, ഞാൻ നഗ്നനായ ആളാണ്. അതെ, അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിൽ ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞെന്ന് പറയൂ. ഞാൻ പറഞ്ഞത് താങ്കൾ എന്താണ്? നഗ്നനാണെന്ന് പറഞ്ഞത് തെറ്റാണോ അതോ വഴക്കിന് വരണ്ടെന്ന് പറഞ്ഞു? രണ്ടുമുണ്ടല്ലോ. നിർവ്വാണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലൊന്നുമില്ല. ബാലാസാഹേബ് താക്കറെയുടെ ആശയങ്ങൾ മാത്രം. എന്റെ കയ്യിലോ പോക്കറ്റിലോ ആകെ ഒരു കാർഡേ ഉള്ളൂ, അതാ ഞാൻ വെച്ചിരിക്കുന്നത്. ആ ID കാർഡാണ് എന്റെ പവർ. എന്റെ പാർട്ടി, എന്റെ ജനങ്ങൾ, ഇതല്ലാതെ എനിക്ക് വേറെ സ്വത്തൊന്നുമില്ല. ED CBI എന്തിനാ എന്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഗവൺമെന്റിന് ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണോ? ആരൊക്കെ ഗവൺമെന്റിനെതിരായി സംസാരിക്കുന്നുവോ അവരൊക്കെ ദേശദ്രോഹികളാണോ? ഉടനെ അവരുടെ പുറകെ EDയും CBIയും അയക്കുകയാണോ? അത് മഹാരാഷ്ട്രയിലായിരിക്കാം, ഡൽഹി ആയിരിക്കാം, ഛത്തീസ്ഗഡ് ആയിരിക്കാം, വെസ്റ്റ് ബംഗാൾ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ റൂളിംഗ് പാർട്ടിയിൽ ഇരിക്കുന്നവരൊക്കെ സന്യാസിമാരാണോ? പോയി അവരുടെയും പോയി നോക്കൂ. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നു 121 പേരുടെ ഫയൽസ് ഉണ്ടെന്ന്. താങ്കൾ പറയുന്നു നിങ്ങൾക്ക് ധാരാളം പണി തരാം, ഇഡിക്ക് ശ്വാസം വിടാൻ പോലും സമയം Definitely. കിട്ടില്ലെന്ന്. അതിൽ ചില ഫയൽസ് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു വിചാരണയും നടന്നില്ലല്ലോ. എത്ര പേരെ കുറിച്ച് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്? പേരുണ്ട്, പക്ഷെ ഒരാൾ വന്നല്ലോ. അതൊക്കെ ആരുടെ പേരാ? നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്താ കാര്യം എന്ന് പറഞ്ഞാല്, മിഡിൽ ക്ലാസ്സിലുള്ളവര് വെറും ശമ്പളക്കാരായി മാത്രം ജീവിക്കുന്നു. അവരുടെ പുറകെ എന്തിനാണ് CBI അയക്കുന്നത്? പക്ഷെ എനിക്കൊരു ഭയവുമില്ല. ഞാൻ ജയിലിലും പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ സറണ്ടർ ആയില്ല. ഞാൻ ഷിൻഡെ പോലെ എവിടെയും പോയി ഒളിഞ്ഞിരുന്നില്ല. എനിക്കും ഓഫർ വന്നു, ഞങ്ങളുടെ ആൾക്കാർക്കും ഓഫർ വന്നു, ഞങ്ങളുടെ കക്ഷിയിൽ വന്ന് ചേരൂ. അവര് പക്ഷെ എത്ര ഞങ്ങള് പണമാണോ ഓഫർ ചെയ്തത്? എന്നെ ഒന്നും ഒരിക്കലും വില കൊടുത്ത് വാങ്ങാനേ പറ്റില്ല. പണം കൊടുത്ത് വാങ്ങാൻ ഞങ്ങൾ വസ്തുക്കളൊന്നും അല്ലല്ലോ. എന്റെ ജീവിതമുണ്ടല്ലോ, അത് ബാലാസാഹിബ് താക്കറയുടെ കൂടെ ജീവിച്ചതാണ്. അത് ആർക്കും അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഉയരത്തിലാണ് അദ്ദേഹം. അതിനൊന്നും പണം കൊണ്ട് വാങ്ങാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ ജീവന പോലും ആപത്താണെന്ന് അറിഞ്ഞു. താങ്കൾ ഒരു കുറ്റാരോപണം നടത്തി ഏക്നാഥ് ഷിൻഡെയുടെ മകന്റെ പേരിൽ പോലും താങ്കളെ ആപത്തിലാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തെന്ന്. അതായത് അത്തരമൊരു കുറ്റാരോപണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ ഭയപ്പെടുന്ന ആളുമല്ല. പക്ഷെ എനിക്ക് എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു പരാതി വന്നിട്ടുണ്ടെന്ന്. അത് അദ്ദേഹത്തിന്റെ പക്കലാണ് വന്നത്. വേറെയും ചില ആൾക്കാർ ഇത് എന്നോട് വന്ന് പറഞ്ഞു. നിങ്ങളറിയാതെ ചിലതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്റെ ജോലിയായിരുന്നു. അത് ഇവിടുത്തെ പോലീസിന്, ഈ രാജ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടേ? ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന്. അത്രമാത്രം, അതേ പറഞ്ഞുള്ളൂ. പക്ഷേ ഹോം മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹം പോലും പറഞ്ഞു. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് സഞ്ജയ് റാവുത്ത് ഒരു സെൻസേഷന് വേണ്ടി അവര് പറഞ്ഞു. പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്.
ഈ രാജ്യത്തെ ഹോം മിനിസ്റ്റർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അത്തരമൊരു സ്റ്റേറ്റ്മെന്റിലൂടെ അവരുടെ ടോട്ടൽ ഇമേജ് തന്നെ തകർന്നു. പിന്നെ മറ്റൊരു കാര്യം, റൂളിംഗ് പാർട്ടിയുടെ മിനിസ്റ്റർ ദീപക് കസരെ അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സഞ്ജയ് റാവത്തിനെ ജയിലിലേക്ക് അയക്കുമെന്ന്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നീതിന്യായമൊക്കെ ഒരു വെപ്പാട്ടിയെ പോലെ എന്ന്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. ഞാൻ അവരെ ജയിലിലാക്കും ഇവരെ ജയിലിലാക്കും എന്നൊക്കെ. കോടതി എങ്ക തന്തയുടെ വകയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഇതുമാതിരി ഒരു മന്ത്രി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നീതിയും ന്യായവും നിങ്ങളുടെ പോക്കറ്റിൽ വെച്ച് നടക്കുകയാണെന്ന്. നിങ്ങൾ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന്. ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചകത്തിട്. താങ്കൾ വീണ്ടും മുന്നിൽ വെക്കാൻ പറയൂ. ഞാനിതാ പുറത്തു വന്നല്ലോ. ചിരിച്ച മുഖത്തോടെയാണ് ഞാൻ അകത്തേക്ക് പോയത്. അതുപോലെ തന്നെ തിരിച്ചു വന്നല്ലോ. ഞാൻ കരഞ്ഞതുമില്ല, ആരെയും കണ്ട് ഭയപ്പെട്ടതുമില്ല. എന്തിനാണ് എന്നെ ഉള്ളിലേക്ക് വിട്ടത്? നിങ്ങൾ ഇട്ടു, അത്ര തന്നെ. കോടതിയിൽ നിർത്തി, പക്ഷെ വന്നല്ലോ. തിരിച്ചു വന്ന് വീണ്ടും പോരാടാൻ തുടങ്ങിയില്ലേ? പക്ഷെ താങ്കൾക്ക് അങ്ങനെ തോന്നിയില്ല താങ്കൾ കുറച്ച് ഓവറായിട്ട് പോരാടുകയാണെന്ന്? ഇല്ല, എല്ലാ കാര്യത്തിലും പോരാടിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ. 25 വർഷമായി BJP ആയിട്ട് ഞങ്ങൾ നല്ല വിശ്വസ്ത കൂട്ടുകെട്ടിലായിരുന്നല്ലോ. അപ്പോ കോൺഗ്രസിനെതിരായിരുന്നു. അപ്പൊ എല്ലാവരും സന്തോഷപ്പെട്ടിരുന്നുവല്ലോ. പവാർ സാറിനെതിരെ പോരാടുമ്പോൾ എല്ലാവരും സന്തോഷിച്ചുവല്ലോ. പക്ഷേ BJPയോട് ശണ്ട തുടങ്ങിയപ്പോ അപ്പൊ സഞ്ജയ് റാവത്തിനെ കുറിച്ച് ജനങ്ങൾ പറയാൻ തുടങ്ങി. എപ്പോ നോക്കിയാലും ശണ്ട കൂടുകയാണെന്ന്. പോരാടുന്നത് എന്റെ കടമയാണ്. ഒരുപക്ഷെ പാർട്ടിയെ ഒരു നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാലാസാഹിബ് താക്കറെ, ഉദ്ധവ് താക്കറെ, അവരുടെ കുടുംബമുണ്ടല്ലോ, അതിനെതിരായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ? അതിന് ഞാൻ റെഡിയായിരിക്കുകയാണ്. ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയൂ, വെടിവെച്ചു കൊല്ലൂ? ഇതോ വല്ല വ്യാജ കേസും ചുമത്തി ഉള്ളിലേക്ക് വീണ്ടു തള്ളൂ? അതോ കഴിവേറ്റി കൊല്ലൂ? എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൂടുതൽ? എന്തിനും തുനിഞ്ഞിറങ്ങി ഞങ്ങളെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല. പക്ഷേ അവരെങ്ങനെയാണ് താങ്കളെ ഭീഷണിപ്പെടുത്തിയത്? പക്ഷേ താങ്കൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയ എവിഡൻസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. ഇപ്പൊ ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം നമുക്ക് കാണാം. അപ്പോൾ താങ്കൾ സന്തോഷപ്പെടുകയല്ലേ വേണ്ടത്? BJP അതിന് സമ്മതിച്ചല്ലോ. സിൻഡയെ CM ആക്കാമെന്ന് സമ്മതിച്ചല്ലോ. എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തില്ല? അങ്ങനെയെങ്കിൽ പാർട്ടി പിളരില്ലായിരുന്നല്ലോ. അപ്പോ BJPയുടെ കാര്യത്തിൽ 33 വർഷത്തെ ബന്ധം ഇല്ലാതായെന്ന് പറഞ്ഞില്ലേ? അതിന് താങ്കളാണോ ഉത്തരവാദി? അടൽ ബിഹാരി വാജ്പേയി സാർ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കുമ്പിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ മോദിജി അങ്ങനെ ചെയ്യില്ലേ? പക്ഷെ അങ്ങനെ ചെയ്യാൻ മോദി അവസരം തന്നില്ലല്ലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്നയുടെ എഡിറ്ററായ സഞ്ജയ് റാവുത്തിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റിന് ഭരണം നഷ്ടപ്പെട്ടതെന്ന്. കേന്ദ്രമന്ത്രിയായ നാരായണൻ റാണയില്ലേ, അദ്ദേഹം പറയുന്നു സഞ്ജയ് റാവത്ത് ഒരു ഭസ്മാസൂരിനെ പോലെയാണെന്ന്. താങ്കൾ ആരുടെ തലയെ കൈവച്ചാലും ഭസ്മമായിട്ട് മാറുമെന്ന്. ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റിന്റെ മേൽ കൈവച്ചു, അതും ഭസ്മമായിരുന്നു. ഗവൺമെന്റ് ആരാ രൂപീകരിച്ചത്? അപ്പോ ഒരു പ്രശ്നവുമില്ലായിരുന്നോ? അതിനുശേഷം ഞാൻ കൈവച്ചപ്പോഴാണ് എല്ലാം ഭസ്മമായി പോയത്. എല്ലാവിടെയും പോയി വന്നതിന് ശേഷം അവസാനം ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്യുകയാണുണ്ടല്ലോ, തീർച്ചയായും അവനെ ഞാൻ കൈകാര്യം ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി ശിവസേന വിഷയത്തിൽ നല്ല ദ്രോഹമാണ് ചെയ്തത്. 2019 നടന്ന ഇലക്ഷന് മുന്നോടിയായി ഓരോരുത്തർക്കുമുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ ഉറപ്പിച്ചിരുന്നുവല്ലോ. അപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഭരിക്കാമെന്ന്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ രൂപീകരിക്കുമ്പോൾ ചില പങ്ക് കച്ചവടമൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് 50-50. അത് എല്ലാവരുടെയും മുന്നേ മീഡിയയുടെ മുന്നിൽ നടന്ന കാര്യമാണ്. മിക്കവാറും എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാ ചാനലുകളും അത് വന്നിട്ടുമുണ്ടല്ലോ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതും റിസൾട്ട് വന്നതും അവർ പറഞ്ഞ വാക്കിൽ നിന്നും വ്യതിചലിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലെന്ന്. അതങ്ങനെയല്ലേ പറയൂ. ഇതിപ്പോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാ ഞങ്ങൾ വേറൊരു വഴി കണ്ടുപിടിക്കണ്ടേ? ഗവൺമെന്റ് രൂപീകരിക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ തുടങ്ങി. അതിലെന്താണ് തെറ്റുള്ളത്? പക്ഷെ BJP എന്താ പറയുന്നത് വെച്ചാൽ എപ്പോഴെല്ലാം ഇലക്ഷൻ നടക്കുന്നു അപ്പോൾ റാലി ഉള്ള സമയത്ത് അവിടെ നരേന്ദ്രമോദിയുടെയും താക്കറയുടെയും പടം ഉണ്ടായിരുന്നു. ഒപ്പം റാലിയിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അടുത്ത സർക്കാർ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ആണെന്ന്. അതായത് സർക്കാർ 2.5 വർഷത്തിന്റെ കാര്യമായത്.
2.5 വർഷം ദേവേന്ദ്രജി തന്നെ മുഖ്യമന്ത്രി. ആ പോക്കിൽ അവരങ്ങനെ പറഞ്ഞു, അത്ര തന്നെ. ഒരുപക്ഷെ ഒന്നിങ്ങനെ ആലോചിച്ചു നോക്കൂ. അതായത് ഇങ്ങനെ ആലോചിക്കൂ, ശിവസേനയ്ക്ക് CM പോസ്റ്റ് കൊടുത്തില്ലെങ്കിൽ, പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഷിൻഡേക്ക് കൊടുത്തത്? ഇവരാണ് ശിവസേന എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ശിവസേന എന്ന് പറഞ്ഞ വേറെയായിരുന്നു. ഒന്നായി ചേർന്നതല്ലേ, ഇപ്പൊ കൊടുത്തുവല്ലോ. പക്ഷെ ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഉദ്ധവ് താക്കറെക്ക് CM ആകാനുള്ള ആഗ്രഹം ഇല്ലെന്നാണ്. അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും സ്വപ്നവും ഒന്നുമല്ലെന്ന്. സഞ്ജയ് റാവുത്താണ് ഇങ്ങനൊരു ഐഡിയ അദ്ദേഹത്തിന് നൽകിയത്. ഇല്ലില്ല. താങ്കൾ CM ആകാൻ ആഗ്രഹിച്ചുവെന്ന്. അതിലെന്താ തെറ്റ്? എന്റെ നേതാവ് മുഖ്യമന്ത്രിയായാൽ ഈ സംസ്ഥാനം ഭരിക്കുകയാണെങ്കിൽ, മാത്രവുമല്ല കൂടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ ഉദ്ധവ്ജി CM ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, അപ്പോ അതിൽ എന്ത് തെറ്റാണുള്ളത് പറയൂ. ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര അസംബ്ലിയിൽ പറഞ്ഞു ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ CM ആക്കാൻ ആഗ്രഹിച്ചു. തീർച്ചയായും ആഗ്രഹിച്ചിരുന്നു. ഞാൻ പ്രശ്നം പക്ഷേ ഉണ്ടാക്കിയെന്നാണ് സഞ്ജയ് പറഞ്ഞത്. റാവുത്താണ് പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞു. പിന്നുണ്ടല്ലോ, ഉദ്ധവ് താക്കറെ ഷിൻഡെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് എപ്പോ? അതായത് BJPക്കും ശിവസേനയ്ക്കും ഇടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു കമ്മിറ്റ്മെന്റ്. 2.5 വർഷം 2 ഭാഗത്തും ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ ശിവസേനയുടെ ഈ CMന്റെ പോസ്റ്റ് 100% ഉദ്ധവ് താക്കറെ തന്നെ ആയിരിക്കും. എത്ര ഷിൻഡെയുടെ ഉണ്ടോ അത്രയും തന്നെ. ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് BJP തിരഞ്ഞെടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ താങ്കൾ സന്തോഷപ്പെടുകയല്ലേ വേണ്ടത്? BJP അതിന് സമ്മതിച്ചല്ലോ, ഷിൻഡെയെ CM ആക്കാമെന്ന് സമ്മതിച്ചല്ലോ. എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തില്ല? അങ്ങനെയെങ്കിൽ പാർട്ടി പിളരില്ലായിരുന്നല്ലോ. അപ്പോ BJPയുടെ കാര്യത്തിൽ 33 വർഷത്തെ ബന്ധം ഇല്ലാതായെന്ന് പറഞ്ഞില്ലേ? അതിന് താങ്കളാണോ ഉത്തരവാദി? അടൽ ബിഹാരി വാജ്പേയി സാർ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കുമ്പിടുമായിരുന്നു. അദ്വാനിജി വന്നാലും കുമ്പിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ മോദിജി അങ്ങനെ ചെയ്യില്ലേ? പക്ഷെ അങ്ങനെ ചെയ്യാൻ മോദി അവസരം തന്നില്ലല്ലോ. നരേന്ദ്രമോദിജി ഡൽഹിയിലുണ്ടായിരുന്നപ്പോ ഉദ്ധവ്ജി താക്കറെയുമായി നല്ല ബന്ധത്തിലായിരുന്നു. വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് മോശമായത്. പിന്നെ നരേന്ദ്ര എന്താണ് പറയുന്നത് വെച്ചാൽ, ഞാനിത് 1 വർഷത്തിന് മുൻപേ പറഞ്ഞു എന്ന് പറയുന്നു. സഞ്ജയ് റാവുത്ത് മാതോശ്രീയിൽ ഒരു തുരങ്കം ഉണ്ടാക്കിയതായും പറയുന്നു. പക്ഷെ അത് അത് തകർന്നു പിന്നെ പോകുന്നു. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വല്ലതും പറയുന്നെന്ന് പറഞ്ഞ് അതൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർ വന്നു പോയിക്കൊണ്ടിരിക്കും, അത്ര തന്നെ. പക്ഷെ അതിന് ആരന്വേഷിക്കാൻ താങ്കൾ പോകും? ഉത്തരം പറഞ്ഞല്ലേ മതിയാവും. ഞാൻ അങ്ങനെയുള്ളവരെ പറ്റിയൊന്നും അഭിപ്രായം പറയാറില്ല. അഥവാ പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിന് താങ്കൾ ഉത്തരം നൽകിയല്ലോ, നിന്നെ ഞാൻ തുണിയില്ലാതെ നിർത്തുമെന്ന്. അതെ, കാരണം ആ ആളുണ്ടല്ലോ, ഞാൻ ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കാറില്ല. ഒരു സമയത്ത് അയാൾ ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതൻ പോലും ആവാം, ആയിക്കൂടുന്നില്ലല്ലോ. ചില സമയം 10-25 വർഷം ഒരുമിച്ച് ജോലി ചെയ്തവരും ആവാം. നാരായൺ റാണെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അദ്ദേഹം അത് വിട്ടിട്ട് പോയി. ഇപ്പോഴും എന്നെപ്പറ്റി അദ്ദേഹം കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അവർ മാറി നിൽക്കും. നിങ്ങളുടെ സൗഹൃദം വേണ്ടാന്ന് പറഞ്ഞു പോയവരെ നിങ്ങൾ അപമാനിച്ചെന്ന് കേട്ടു. ഇത് നോക്കൂ, അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശിവസേനയ്ക്കെതിരെ എന്തെങ്കിലും പറയൂ, അപ്പോഴേ നിങ്ങളെ ആണായിട്ട് അംഗീകരിക്കൂ എന്ന്. ഇത് ഇടയ്ക്കൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ഒന്നും പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വാല്യൂ അവിടെയില്ല. അങ്ങനെയുള്ളവർ പുലമ്പിക്കൊണ്ടേയിരിക്കും. താങ്കളും ഇപ്പോൾ അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ എന്റെ പാർട്ടിയിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ഞാൻ എന്റെ പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്. എന്റെ പാർട്ടിയെ പറ്റി മാത്രമേ പക്ഷേ പറയൂ. ഏക്നാഥ് ഷിൻഡെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം ശിവസേനയിലുള്ള സമയത്ത് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി അല്ലാതെ ഒരു നേതാവാകണമെങ്കിൽ അപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാം. പിന്നെ മുഖ്യമന്ത്രി പറയുന്നു പക്ഷെ ആദ്യം CM നേതാവല്ലല്ലോ. ആദ്യം പാർട്ടിയുടെ ആരുടെയൊക്കെയോ ദയ കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഗവൺമെന്റിന്റെ CM അല്ലേ, അദ്ദേഹം അല്ലേ ഭരണം നടത്തുന്നത്. അങ്ങനെയല്ലേ ഭരിക്കുന്നത്. അത് ആർക്കും ആവാമല്ലോ. നേതാവ് തന്നെയാണ്, പാർട്ടി പക്ഷെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് സത്യമല്ലേ? ആദ്യം ഗവൺമെന്റ് ഉള്ള സമയത്ത് ഗവൺമെന്റിന്റെ റിമോട്ട് കൺട്രോൾ ബാലാസാഹിബിന്റെ കയ്യിലായിരുന്നെന്ന്. പിന്നെ താങ്കൾ ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോ ആ റിമോട്ട് ശരത് പവാറിന്റെ കൈവശം ഇല്ല, പോയി. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഇവിടെ ആരും റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ബാലാസാഹിബുമായിട്ട് പരിചയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സത്യം അറിയുമായിരുന്നു. ഇതിപ്പോ ഓടിപ്പോയി വന്നതിന് ശേഷം അവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വരമായി. എനിക്കും ആ കുടുംബത്തിനെ പറ്റി അറിയാം, അതായത് ബാലാ സാറിന്റെ കുടുംബത്തിനെ പറ്റി. അതുകൊണ്ടാണ് ഞാനും അത്ഭുതപ്പെട്ടെ. അതായത് 50 MLA-മാർ അവര് കൺമുമ്പിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ 12 MP-മാരും താങ്കളുടെ കൺമുമ്പിൽ നിന്ന് ഓടിപ്പോയി. അതെങ്ങനെ താങ്കൾ അറിയാമല്ലോ. മനസ്സിലാക്കിയില്ല? അതെല്ലാം എനിക്കറിയാം. എന്താ നടന്നതെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ പുറകെ തിരക്കഥ എങ്ങനെയാണ് എഴുതുന്നതെന്നും എനിക്കറിയാം. അത് ആരെ കൊണ്ട് എഴുതിക്കുന്നു എന്നും അറിയാം. അതിലത്തെ ഡയലോഗ് എങ്ങനെയിരിക്കും? അത് സലിം ജാവേദൊന്നും എഴുതിയതല്ല. മനസ്സിലാവുന്നുണ്ടോ?
ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടിക്കടി ഉദ്ധവ് താക്കറെ എന്റെ മുന്നിൽ വെച്ച് ഏക്നാഥിനോട് ചോദിച്ചു, എന്താ ഇത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. ഒരു മറുപടിയും വന്നില്ല. അപ്പൊ അത് ശരിയാണ്. ഉദ്ധവ്ജി വേറൊരു കാര്യവും പറഞ്ഞു, നിനക്ക് CM ആവണമെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നീ ആയിക്കോ, ഞാൻ ഒഴിഞ്ഞു തരാം. എനിക്കൊരു താല്പര്യവുമില്ല, ആ ചെയറിലിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ ആകാനും ആഗ്രഹിച്ചില്ല എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാമെന്നും പറഞ്ഞു. പക്ഷേ ഓരോ പ്രാവശ്യവും ആള് പറഞ്ഞതെന്താണെന്നറിയോ, ഇല്ല സാർ, നിങ്ങളാണ് ഇരിക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ആൾക്കാർ വെറുതെ അങ്ങും ഇങ്ങും നിന്ന് പറയുകയാണ്. ഒരു നാണവും ഇല്ലാണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസവഞ്ചന ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത്ര തന്നെ. അദ്ദേഹത്തിന്റെ തലയ്ക്കുമിതേ ഒരു കത്തിയും തൂങ്ങിക്കൊണ്ടിരുന്നു. വല്ലാത്ത ഭയം, എൻക്വയറി വരുമെന്ന് ഭയം. സോ ഭയവുമുണ്ട്, ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നേടിയെടുത്തു. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഉദ്ധവ്ജിയുടെ അടുത്ത് സംസാരിച്ചു, ഞങ്ങൾ വിചാരിച്ചിരുന്നേ കോംപ്രമൈസ് ചെയ്യായിരുന്നു, പക്ഷേ സഞ്ജയ് റാവത്ത് കോംപ്രമൈസ് ഇഷ്ടപ്പെട്ടില്ലെന്നും പറയുന്നു. സത്യമാണ്, അതുകൊണ്ട് സത്യമാണ്. താങ്കൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡമ്മി കത്തിച്ച് കളഞ്ഞതായിട്ടും അദ്ദേഹം എന്ത് ചെയ്യാൻ പറയുന്നു, പറ്റും? വഴക്ക് പറഞ്ഞതായിട്ടും പറയും. പിന്നെന്താ വേണ്ടത്? ഞാനാണോ തൂക്കിയെറിഞ്ഞത്? ജനങ്ങളല്ലേ അങ്ങനെ ചെയ്തത്. അവരോട് കാട്ടിയ വിശ്വാസവഞ്ചനയ്ക്ക് ജനങ്ങൾ നാളെ കല്ലെറിയും. അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം. അത് ശിവസേന, അത് എല്ലാ നാട്ടിലും നടക്കുന്നതല്ലേ. അതിനെന്തിനാ ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്? താങ്കളല്ലേ പറഞ്ഞത് 40 പേര് ആസാമിൽ നിന്ന് വരും, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ മോർച്ചറിയിലേക്ക് പോകും. ആ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതെന്തിനാ പറഞ്ഞതെന്നും മനസ്സിലാക്കിക്കോളൂ. അതായത് ഞാൻ അങ്ങനെ പറയുകയുണ്ടായി. ആ 40 പേര് ഗുവാഹട്ടി പോയിട്ടിരുന്നു. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി ശരണമടഞ്ഞുവോ അതിനെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. ആ അമ്പലത്തിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ പാരമ്പര്യം എന്താണ്. ഡീപ്പായിട്ട് അന്വേഷിക്കണമെന്നാണോ? അതെ സർ, നിങ്ങൾ ആത്മസമർപ്പണത്തിനല്ലേ അവിടെ പോകുന്നത്. ആരൊക്കെ ഫ്രോഡ് ജോലി ചെയ്യുന്നുവോ അവരുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടാവില്ല, ആത്മാവ് മരിച്ചിട്ടുണ്ടാവും. അതെല്ലാം ആത്മാവ് നഷ്ടപ്പെട്ടവർ, അവരുടെ ജഡം മാത്രമാണ് ഇവിടെ ഉള്ളത്, വെറും ജഡങ്ങൾ. അതിലെന്താണ് തെറ്റുള്ളത്? നടക്കുന്ന ശവശരീരങ്ങൾ. രാമക്ഷേത്രത്തിൽ നിന്ന് ബാലാസാഹിബ് താക്കറെ വരെയും വെച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ ഇത്തരം ശവശരീരങ്ങൾക്ക് പ്രസക്തിയില്ല. ആരെയാണോ താങ്കൾ ജീവനില്ലാത്ത ശവം എന്ന് പറയുന്നുവോ അവരൊക്കെ ഉദ്ധവ് താക്കറയോടും ലക്ഷ്മി താക്കറയോടും ഒക്കെ സംസാരിച്ചില്ല. അവർക്കൊരു പുതിയ മാർഗവും ലഭിച്ചിരിക്കും. ഒരിക്കലും പക്ഷെ അങ്ങനെ നടുക്ക് പോയി താങ്കളെല്ലാം നശിപ്പിച്ചു. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? നമ്മുടെ പാർട്ടി, ഉദ്ധവ്ജി ഞങ്ങളുടെ നേതാവ്, കൂടെ കൂടെ ഞങ്ങൾ പരസ്പരം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനുമുണ്ട്. അവര് വെറുതെ നുണ പറയുകയാണ്. നുണ പറയാതെ അവർക്ക് ജീവിക്കാനാവില്ല. ഇങ്ങനെ 40 പേർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 10 പേർക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവര് ഭയന്നുപോയി. 3 പേർക്കെതിരെ CBI വിചാരണയും നടക്കുന്നുണ്ട്. അവരും പേടിച്ചുപോയി. പിന്നെ 2 പേര് ഇൻകം ടാക്സില് ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരങ്ങനെ ഓരോന്നും പറഞ്ഞ് ഭയപ്പെടുത്തി വെച്ചിരിക്കുക. പിന്നെ പണത്തിനോടുള്ള അത്യാഗ്രഹവും. അവരവരുടെ പുറകെ പോയി. ഇതിപ്പോ മധ്യപ്രദേശിൽ നടന്നിട്ടുള്ളതല്ലേ. പക്ഷേ ചിലപ്പോൾ മധ്യപ്രദേശിൽ ജൂത്തറും ഷിൻഡയും പിരിഞ്ഞുപോയില്ലേ. പക്ഷേ സഞ്ജയ് റാവത്ത് ഉണ്ടായിരുന്നു. നാട്ടിലെ പിന്നെയും വേറെ വല്ല പ്രശ്നങ്ങളുമുണ്ടല്ലോ, അതിൽ സഞ്ജയ് റാവത്ത് ഉണ്ടായിരുന്നു. അല്ല, ശിവസേന ഉണ്ടായിരുന്നു. ആരാ അവിടെ ഉണ്ടായിരുന്നത്? മഹാരാഷ്ട്രയിലും അതേ കളി തന്നെയാണ് നടന്നത്. അത് തന്നെയാണ് മധ്യപ്രദേശത്തിൽ. അടുത്തിനി രാജസ്ഥാനിലും ചെയ്യും. പിന്നെ ഛത്തീസ്ഗഡിലും ഇതേ രീതി തന്നെ നടക്കും. മാത്രമല്ല ജാർഖണ്ഡിലും ഇത് തന്നെ ചെയ്യും. പിന്നെ ഇത് തന്നെ ഡൽഹിയിലും ചെയ്യും. തെലങ്കാനയിലും ഇതേ കളി തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉണ്ടായത്. അല്ലാതെ എന്താ ഉള്ളത്? പക്ഷെ പബ്ലിക് എന്താണ് പറയുന്നത് വെച്ചാൽ, ലക്ഷ്മി താക്കറെ ആണെങ്കിലും ഉദ്ധവ് താക്കറെ ആണെങ്കിലും നിങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത്, നിങ്ങൾ കോംപ്രമൈസിന് സമ്മതിച്ചില്ലെന്ന് പറയുന്നു. ഇല്ലില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ എന്റെ മര്യാദയെ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായും പാർട്ടിയിലുള്ളപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയും. ഉദ്ധവ് ജിയും അത് കേൾക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറെ സമയം പല കാര്യങ്ങളും സംസാരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്ധവ് ജി ഞങ്ങളുടെ സേനാധിപതിയാണ്. തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ട്. അത് ഉദ്ധവ് ജിയാണ് ചെയ്യേണ്ടത്. ഞാൻ കൂടെ ഉണ്ടാവും, അത്ര തന്നെ. പക്ഷേ എനിക്കത് ഇഷ്ടമാണോ അല്ലയോ ഞാൻ പറയും. പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ നിൽക്കില്ല. പക്ഷെ നാരായണ റാണെ എന്താ പറയുന്നത് വെച്ചാൽ, പാർലമെന്റ് ഹൗസിൽ എന്റെ കൂടെ ഇരുന്ന സഞ്ജയ് റാവത്ത് ഉദ്ധവ് താക്കറെക്ക് ഇല്ലില്ല, അതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ലക്ഷ്മി താക്കറയോട് പറഞ്ഞ് സഞ്ജയ് റാവത്തിന്റെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന്. പറയാൻ പറയൂ. റാണയൊക്കെ ചെരുപ്പ് കൊണ്ട് അടിച്ചു തന്നെ തീരുള്ളൂ. അയാളുടെ ക്യാരക്ടർ അത്രയ്ക്ക് മോശമാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ പൊളിറ്റിക്സിൽ വരാനേ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലും വരാൻ പാടില്ലായിരുന്നു. 3 കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. എന്റെ പാർട്ടിയിൽ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി, എന്റെ ഏറ്റവും വലിയ ബലവും.
പിന്നെ ഈ 40 പേരുണ്ടല്ലോ, എന്റെ നേർക്ക് നിന്ന് അവർക്ക് സംസാരിക്കാൻ പോലും ആവില്ല. കാരണം ഞാൻ ആർക്കും ഒരു നാശവും ചെയ്തിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിക്കുകയുമില്ല. നാരായൺ റാണയുടെ കാര്യവും അത് തന്നെ. നിങ്ങൾ ഷിൻഡെ അവരുടെ കൂട്ടുകാരോടൊക്കെ വിളിച്ചു ചോദിക്കൂ, എന്നോട് സംസാരിക്കാൻ പറയൂ. എന്ത് തെറ്റാണ് ചെയ്തത്? മന്ത്രിയാക്കി, CM ആക്കി, വേറെയും പദവികളിലൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളും കേട്ട് കാണുമല്ലോ, ഷിൻഡെയും പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു കാലത്ത് റിക്ഷ ഓട്ടിയിരുന്ന ആളാണെന്ന്. റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ എവിടാണ് ഇരിക്കുന്നത്? ഇതാരാണ് മാറ്റിയത്? ശിവസേനയിലുള്ള 4 പേരാണത് ചെയ്തത്. ശിവസേന ആരാ ഉണ്ടാക്കിയത്? അത് ബാലാസാഹേബും ഉദ്ധവ്ജിയുമാണ് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ എവിടെയാണ് ഓടിപ്പോയത്? എന്തിനാ ഓടിപ്പോയത്? കഷ്ടപ്പാട് വരുമ്പോ എന്റെ അടുത്ത് വന്നിട്ടല്ലേ സംസാരിക്കേണ്ടത്? എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അല്ല, നേരിട്ടിട്ടുണ്ടല്ലോ. താങ്കളും ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഈ ഓടിപ്പോയ MLA-മാരുണ്ടല്ലോ, അവരെല്ലാം തിരിച്ചു വരും, അതിൽ നിന്നൊരു 20 പേര് വരും, 18 പേര് ആ, വരും, ഇതൊക്കെ ചിലവരൊക്കെ വരും. നടക്കുമെന്നല്ലേ അങ്ങനെ. പറഞ്ഞിരുന്നത്? ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരി തന്നെ, അങ്ങനെ വരും. പക്ഷേ ഭയം അത്രയ്ക്കുണ്ട്. തലയ്ക്ക് മീതെ കത്തി അങ്ങനെ കിടന്ന് ആടുകയല്ലേ. അത് ഡൽഹിക്കാർ ചെയ്തതല്ലേ. ജയിലിൽ പോകുമോ? ഈടി വരുമല്ലോ. തലക്കനം അധികമായ ഓടിപ്പോയാലും തലക്കനം വരുന്നുണ്ട്, ഉറങ്ങിയാലും തലക്കനം വരും. ഇതിനെല്ലാം തലക്കനം തന്നെ കാരണം. അങ്ങനെയാണെങ്കിൽ ആ 40 പേരും പേടിച്ചു പോയി, പക്ഷേ സഞ്ജയ് റാവുത്ത് മാത്രം പേടിച്ചില്ല, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാഞ്ഞത്. ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒരു കണക്കിന് എനിക്ക് പാർട്ടി എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? ഏറി വന്നാൽ ഞാനത് പറഞ്ഞല്ലോ, വേണമെങ്കിൽ എന്നെ ജയിലിൽ അടയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഏതു പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്കല്ലേ, ആർക്ക് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാമല്ലോ. ഇനി അഥവാ എന്റെ വിധിയിൽ ഞാൻ മരിക്കണമെന്നുണ്ടെങ്കിൽ അതാരെ കൊണ്ട് തടുക്കാനാവില്ലല്ലോ. ഞാൻ ജയിലിൽ പോയിട്ടുമുണ്ടല്ലോ. ജയിലിൽ പോയ മോശമായ അനുഭവവും എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ടിരിക്കുക, ഭയപ്പെടേണ്ടെന്നും പറഞ്ഞ്. ഇപ്പൊ പബ്ലിക് താങ്കളോട് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കാൻ വിചാരിക്കുന്നതെന്നാ, നിങ്ങൾ ഇപ്പോഴാണ് സ്വായത്തം ജയിലിൽ പോയിട്ട് വന്നത്. ജയിലിൽ ഇരുന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ച് പറയൂ സർ. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. മോളെ, അത് ജയിൽ എന്ന് പറഞ്ഞാൽ ജയിൽ തന്നെയാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ലക്ഷ്യം കാണും. അത് പൊളിറ്റിക്കൽ അജണ്ട. ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഏത് കേസിനാണ് എന്നെ അകത്തിട്ടതെന്ന് അറിയില്ല. ഞാൻ അതാണ് അന്വേഷിക്കുന്നത്. ഞാൻ ചാർജ് ഷീറ്റ് നോക്കുന്നുണ്ട്. ഇതുവരെയും ഞാൻ കോർട്ടിന്റെ ജഡ്ജ്മെന്റും വായിക്കുന്നുണ്ട്. കോർട്ട് തന്നെ ഒരു സമയത്ത് മാറിപ്പോയി. ഇവരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്, എന്തിനാണ് ഇയാൾ അറസ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ ഈ ജയിലിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ 1 മണിക്കൂറുണ്ടല്ലോ, അത് 100 ദിവസത്തിന് സമമാണ്. അത് വളരെ പെട്ടെന്ന് പോകുമെന്ന് തോന്നും. നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനേ പറ്റില്ല. കാരണം നിങ്ങൾ ആകെ തകർന്നിരിക്കുകയായിരിക്കും. പക്ഷെ എനിക്ക് ഏത് സെല്ലിലാണ് എന്നെ വെച്ചിരുന്നത്, അത് വളരെ മോശമായ സെല്ലായിരുന്നു. അവിടെയാണ് എന്നെ അടച്ചിരുന്നത്. അതിനെ മുട്ട സെല്ലെന്നാണ് പറയാറ്. പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എന്നെ വെളിയിൽ വിടും, ഒരു പ്രാവശ്യമെങ്കിലും സൂര്യനെ കാണാൻ പറ്റുമെന്ന്. എന്റെ ദേഹമൊക്കെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അത്രയ്ക്ക് പ്രഷറായിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. മീഡിയ ആൾക്കാർ നോക്കുന്നുണ്ട് എന്നെ എവിടെയാണ് അടച്ചിരിക്കുന്നതെന്ന്. ഇയാൾ എന്താണ് കഴിക്കുന്നത്? ഇയാൾക്ക് വെളിയിൽ നിന്ന് വല്ലതും വരുന്നുണ്ടോ? ഇയാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ? എന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ. പലതരം ബുക്സുകളും വായിച്ച് അങ്ങനെ സമയത്തെ കളഞ്ഞു. എഴുത്തുകാരനായതുകൊണ്ട് ഒരു പേപ്പറും പേനയും കിട്ടിയാൽ മതി, എഴുതിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഞാൻ ഗാർഡിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സമയം ചെലവഴിച്ചു. എന്നെ നോക്കിയിട്ട് പറയുകയാണ് ഞാൻ തടവ് പുള്ളിയാണെന്ന്. തടവ് പുള്ളി. അവർക്കൊരു നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ജയിലിൽ നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അതെ, ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് അടുത്ത് തന്നെ പബ്ലിഷും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകും നമ്മുടെ ജയിലിൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി എങ്ങനെയാണെന്ന്. ജയിലിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനൊരു കമ്മിറ്റി വേണമെന്നും പറയുന്നില്ല. കാരണം ഞാൻ തന്നെ ജയിലിൽ പോയവനാണല്ലോ. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ മെമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കുമ്പോൾ പ്രസന്റ് ഡെവലപ്മെന്റിൽ ആ ജയിലിൽ പോവുകയുണ്ടായി. ഞാൻ അവിടെ പോയപ്പോ എന്നെ കണ്ടതും എല്ലാവരും സല്യൂട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ തന്നെ ഒരു തടവുകാരനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഞാൻ അതും അനുഭവിച്ചു. മനുഷ്യനായി പിറന്നാൽ എല്ലാം അനുഭവിച്ചല്ലേ തീരൂ. മോശ സമയം വരും, അത് വേഗം പോവുകയും ചെയ്യും. അതിനെന്തിനു വേണ്ടി പേടിക്കണം? പോരാട്ടം വന്നാൽ നേരിടുക തന്നെ. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പേടിയൊന്നുമില്ല? ഒരിക്കലുമില്ല.
ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ എൻ്റെ പാർട്ടിയുടെ മോറൽ വളരെ ഡൗൺ ആകുമായി. ഏത് പാർട്ടിയാണോ പ്രശ്നത്തിലുള്ളത്, നോക്കൂ, ആ സമയത്ത് എൻ്റെ പാർട്ടി പ്രശ്നത്തിലായിരുന്നു. ഉദ്ധവ് ജിയും ആകെ പ്രശ്നത്തിലായിരുന്നു. ഒരു കണക്കിന് എൻ്റെ വീട്ടിൽ ഇ ഡിയുടെ ഒരു കണക്കിന് അതിൻ്റെ ഒന്നും ഒട്ടും ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ധവ്ജിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഉദ്ധവ്ജി ഞാനിവിടെ ഉണ്ട്, തീർച്ചയായും ഞാൻ തിരിച്ചു വരും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഉദ്ധവ്ജിക്കും എല്ലാം അറിയാം റാവുത്തിനെ വെറുതെ വിടുമെന്ന്, എനിക്കതറിയാമെന്ന്. തീർച്ചയായും എന്നെ വെറുതെ വിടില്ല, അറസ്റ്റ് ചെയ്യുമെന്ന്. ഒരുപാട് പതറിയിരുന്ന സമയമായിരുന്നു അത്. എനിക്കറിയായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ അമ്മയെ നോക്കി, എൻ്റെ കുട്ടികളെയും നോക്കി. അതിനുശേഷം ഞാൻ തന്നെ പുറപ്പെട്ടു പോവുകയാണുണ്ടായത്. എൻ്റെ ആൾക്കാർ ഒരുപാട് പേര് വെളിയിലുണ്ടായിരുന്നു, എൻ്റെ പാർട്ടി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയന്നിട്ട് എന്താ കാര്യം? ഒരു പ്രാവശ്യം ഞാൻ അവരുടെ കീഴിൽ സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ, പോകാതെ എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നാൽ, അപ്പോ നേതാവ് പോയി ഞാനും ഉടനെ തന്നെ റിലീസാവുമായിരുന്നു. ഒടുവിൽ എൻ്റെ പാർട്ടി തീരുമാനത്തിലെത്തിക്കാണും. ഉദ്ധവ്ജി ആകെ തകർന്നിരിക്കുകയായിരിക്കും. മഹാരാഷ്ട്രയുടെ കണ്ടീഷൻസ് ഒക്കെ വളരെ ക്രിട്ടിക്കലായിരുന്നു. പിന്നെ അത് പ്രശ്നമായേനെ. പക്ഷേ സഞ്ജയ് റാവുത്തും ഭയന്നുപോയി. സഞ്ജയ് റാവുത്ത് മുട്ടുകുത്തി നിന്നു. ശിവസേനയുടെ പ്രമുഖ നേതാവ് തന്നെ സറണ്ടറായി. അപ്പോൾ ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഈ മുഖമുണ്ടല്ലോ, നിവർന്നു നിന്ന് പറയുന്നില്ലേ ഞാനൊരു സിംഹക്കുട്ടിയാണെന്ന്, ഞാൻ ബാലസാഹിബിന്റെ ശിഷ്യനാണെന്ന്. അങ്ങനെ പറയാനുള്ള അവകാശം ഞാൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. ശിവസേനയുടെ പേര് തന്നെ പറയാൻ പറ്റില്ലായിരുന്നു. എന്തൊക്കെ അനുഭവിക്കണമെന്ന് വിധിയിൽ എഴുതിയിരുന്നുവോ അതെല്ലാം അനുഭവിക്കാൻ ഞാൻ തയ്യാറായി. നല്ല കാര്യം, താങ്കൾ ബാലാസാറിന്റെ പേര് പറഞ്ഞല്ലോ. വളരെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. സത്യമാണ്, ബാലാസാർ താക്കറെ ഒരു വലിയ നേതാവാണ്. പേടിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തി. ഇനിയും ചില കുറ്റാരോപണങ്ങൾ എന്റെ കൈവശമുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ നമുക്ക് അടുത്ത കുറ്റാരോപണം കാണാം. ഏത് താക്കറെയാണോ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അവരെ മാത്രമേ കുടുംബം എന്ന് പറയുള്ളൂ. അപ്പൊ ആ താക്കറെയാണ് താക്കറെ, മറ്റുള്ളവരാരും താക്കറയല്ലേ? അതുപോലെ 50 താക്കറമാരുണ്ടാവും. അതായത് ഈ പറയുന്നത് കേൾക്കൂ, ഈ നാട്ടില് ബാലസാഹിബിന്റെ മകനല്ലേ? ഈ നാട്ടിൽ 1000 ഗാന്ധിമാരുണ്ടാവും. അവരെല്ലാം മഹാത്മാഗാന്ധി ആയിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് മോദിമാരുമുണ്ട്. സുശീൽ മോഡിയുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, വിചാരണ നടത്തുന്നത് സാമ്നയുടെ എഡിറ്ററും പിന്നെ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിന്റെ നേതാവ് സഞ്ജയ് റാവുത്തിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിന്റെ നേതാവ് സഞ്ജയ് റാവുത്തിന്റെ മേലുള്ള കുറ്റാരോപണം, അദ്ദേഹം തന്റെ ആശയങ്ങളിൽ നിന്നും പല സമയങ്ങളിൽ കോംപ്രമൈസ് ആകാറുണ്ട്. സഞ്ജയ് സാർ, താങ്കൾ പറഞ്ഞിരുന്നു ബാലാസാറിന്റെ ശിപായി താങ്കളാണെന്ന്. ബാലാസാർ താക്കറെ താങ്കൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അത് താങ്കൾ ഫോളോ ചെയ്യുന്നെന്നും പറഞ്ഞു. പക്ഷേ ഏക്നാഥ് ഷിൻഡെ വീണ്ടും വീണ്ടും പറയുന്നു, ബാലാസാർ താക്കറെയുടെ ഐഡിയോളജി ഇല്ലേ, ഹിന്ദുത്വ എന്ന ലക്ഷ്യം, അതിൽ നിന്ന് പിന്നിലേക്ക് പോയതായിട്ട് പറയുന്നു. അതായത് പാർട്ടി വിട്ടിട്ട് പോയെന്ന് പറയുന്നു. ശിവസേനയുടെ ഐഡിയോളജി അത്രയ്ക്കൊക്കെ ഷിൻഡേക്ക് അറിയാവോ? അവരോട് ചോദിച്ചിട്ട് എന്നോട് പറയൂ. അവരോട് ചോദിക്കൂ. ഐഡിയോളജി ഉണ്ടല്ലോ ശിവസേനയിൽ ബാലസാഹിബ് താക്കറയുടെ. അത്തരം കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ആയിട്ടുമില്ല. അദ്ദേഹത്തോട് ചോദിക്കൂ, ഒരു ഉദാഹരണം പറയാൻ പറയൂ. ഞാൻ എപ്പോഴാണ് ഹിന്ദുത്വം വേണ്ടെന്ന് വെച്ചതെന്ന്? അദ്ദേഹമാണ് മെയിൻ ആള്. ഏക്നാഥ് ഷിൻഡെ കത്തിക്കേറുകയായിരുന്നു. ഇല്ലില്ല, പറ്റില്ല, നമ്മൾ BJPയോടെ ചേരാൻ പറ്റില്ല, അലയൻസിനെ വേണ്ടെന്ന് പറഞ്ഞത് ആരാ? എന്തിന്? കൂടെ കൂടെ ഇതേ കാര്യം നെഗറ്റീവായി പറഞ്ഞില്ലേ? അപ്പൊ ആ ഐഡിയോളജിയെക്കുറിച്ചൊന്നും എന്റെ അടുത്ത് പറയാനേ പാടില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു വിശ്വാസവഞ്ചകനാണ്. അതെ, വിശ്വാസവഞ്ചനക്കാരൻ തന്നെ. വഞ്ചകനാണല്ലോ. വഞ്ചകനെ വഞ്ചകൻ എന്നല്ലാതെ നല്ലവനെന്ന് പറയാൻ പറ്റും. ചില സമയത്ത് ദ്രോഹി അല്ലെന്നും പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ടെന്നും പറയും. ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കളാണ് എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനൊരു ധൈര്യം തന്നെ വേണം. സത്യത്തെ നേരിടാനുള്ള ധൈര്യം. ജയിലിലേക്ക് പോകാൻ പേടിക്കുന്നവൻ വിശ്വാസിയല്ല, അവൻ പേടിത്തൊണ്ടൻ മാത്രം. നോക്കൂ, അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ബാലാസാർ താക്കറെ ആശയങ്ങളിൽ എങ്ങനെ കോംപ്രമൈസ് ആയോ, എങ്ങനെ ഹിന്ദുത്വ കാര്യങ്ങളിൽ കോംപ്രമൈസ് ആയോ, മുംബൈ ബ്ലാസ്റ്റിന് കാരണമായ ആ തീവ്രവാദി യാക്കോബ് മെമന് തൂക്കുകയറ് കിട്ടി. അതേ വ്യക്തി തൂക്കുകയറിനെതിരായിട്ട് സംസാരിക്കുന്നു. ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ മിനിസ്റ്റർ ആക്കിയിരിക്കുകയാണ്. അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പാർലമെന്റിൽ പ്രശ്നങ്ങളുണ്ടായില്ലേ? അത് ആരുടെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടേയില്ല. അവിടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടിയതെന്നൊന്നും എനിക്ക് പറയാനേ പറ്റില്ല.
BJPയുടെ കൂടെ ചേർന്ന് ഷിൻഡെയുടെ കൂടെ ഇരിക്കുക, എല്ലാറ്റിനും തലയാട്ടിക്കൊണ്ടിരിക്കുക. വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അവർക്കറിയാമോ? എന്തെങ്കിലും അവർക്ക് അറിയുമോ? എന്ത് ഐഡിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, പേടിച്ചുപോയി ഓടിപ്പോയി. അതാണ് അവരുടെ മറ്റൊരാൾ ഐഡിയോളജി. പറയുന്നു ബാലാസാഹബ് താക്കറെയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴി മാറിപ്പോയി. അവർക്കും ബാലസാഹിബ് താക്കറയ്ക്ക് ഒരു സംബന്ധവുമില്ല. അവർക്ക് ബാലസാഹിബിനെ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ദ്രോഹം ചെയ്യില്ലായിരുന്നു. പക്ഷേ ഒരു ഉദാഹരണം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലാസാഹബ് താക്കറെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല കോൺഗ്രസിനൊപ്പം ശിവസേന ഒരിക്കലും അലയൻസ് വെക്കുമെന്ന്. അത് അദ്ദേഹം അത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ആ സമയത്ത് ഷിൻഡെ ഒരുപക്ഷെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോഴല്ലേ കളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ കളിക്കാനായിട്ട്. ആ, വേറെന്ത് പറയാനാ, പുതുതായിട്ട് കളിക്കാൻ വന്നതല്ലേ. നമ്മുടെ അവിടെ ഈ കല്യാണ ചെറുക്കനെ എല്ലാം മറച്ചിട്ട് കൊണ്ടുവരില്ലേ, ഇവിടെ അത് തന്നെ. അതാദ്യം എടുത്തു മാറ്റ്. പിന്നെ ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം. കോൺഗ്രസ് എന്താ അമേരിക്കയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്ന പാർട്ടിയാണോ? അവരുമായിട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ഈ ബാലസാഹേബ് താക്കറെ ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പോൾ തന്നെ നല്ല ബന്ധമായിരുന്നു. എമർജൻസി പീരീഡിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ബാരിസ്റ്റർ അന്തോളിയുടെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്താതെ പോയി. അതാണുണ്ടായത്. ഇതൊക്കെ ഒരു ചരിത്രമാണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് പക്ഷേ സഹജം. ബാലാസാഹബ് പറഞ്ഞത് രാജ്യം രണ്ടായിട്ട് പിരിയാൻ കാരണം തന്നെ കോൺഗ്രസ് ആണെന്നാണ്. ബാലാസാഹിബ് പറഞ്ഞത് സത്യമാണ്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ കാലത്തിനനുസരിച്ച് അത് താങ്കൾ മാറുമല്ലോ. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒന്നു ചേർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവർ ചേരേണ്ട കാര്യമേ ഇല്ല. ഏതെങ്കിലും ഒരു യുവ നേതാവ്, അത് കോൺഗ്രസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിയുമായിരിക്കാം, ആ യുവ നേതാവ് 4000 കിലോമീറ്റർ നടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ എണ്ണിയാ തീരാത്തത്ര ജനങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഒരു എനർജി തരം ഉണ്ടായിട്ടുണ്ട്, ഒരു ഒത്തൊരുമയുണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുതുശക്തി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അത്രയ്ക്ക് എനർജി കിട്ടിയോ? അദ്ദേഹം വീർ സവാർക്കറിനെ പോലും മാഫി വീർ എന്ന് വിളിച്ചു. പിന്നെ അദ്ദേഹം വീർ സവാർക്കറിനെ അദ്ദേഹം ശിവസേനയുടെ ഐഡിയൽ. ഞങ്ങളും അതിനെക്കുറിച്ച് ഉടനെ അഭിപ്രായം പറഞ്ഞിരുന്നു. നമ്പർ 1, നിങ്ങൾ ഒരുപാട് ഷിൻഡേജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുക, വീർ സവർക്കറിന് ഭാരതരത്ന കൊടുക്കൂ. 10 വർഷമായി ഞങ്ങൾ ചോദിക്കുക. ഉദ്ധവ് താക്കറെ CM ആയിരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് മുഖേനയും അവിടെ പോയിട്ടുണ്ടല്ലോ ഡൽഹിക്ക്. വീർ സവർക്കർ ഞങ്ങളുടെ ഐഡലാണ്. അവർക്ക് ഭാരതരത്ന അവാർഡ് കൊടുക്കൂ. അത് ചോദിക്കാനുള്ള ധൈര്യം ഷിൻഡേക്കുണ്ടോ? പറയൂ, സവർക്കറെ പറ്റി പറയാൻ പറയൂ. ഞാനിതാ വെല്ലുവിളിക്കുന്നു. സവർക്കർ നമ്മുടെ ഭാഗത്ത് തന്നെയാണുള്ളത്. പക്ഷെ ഏത് സവാർക്കറിനെ താങ്കൾ ഐഡിയൽ എന്ന് പറയുന്നു? ആരെയാണ് താങ്കൾ ബഹുമാനിക്കുന്നത്? അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ക്ഷമ ചോദിച്ചു. ഞാൻ നോക്കൂ. അങ്ങനെയുള്ള ആളിനോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമോ താങ്കൾക്ക്? അതിലൊരു നാണക്കേടും താങ്കൾക്ക് തോന്നിയിട്ടില്ല? ആപത്തുണ്ട്. പക്ഷെ എന്ത് ആപത്തുണ്ടെങ്കിലും അത് നോക്കി നടത്താനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ BJPയോട് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്, സവർക്കറെ പുകഴ്ത്താൻ. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ ഇത് പറഞ്ഞാൽ ഭാരതരത്ന അവാർഡ് അവർക്കും കൊടുക്കാൻ ഞാൻ പറയും, തീർച്ചയായും. പിന്നെ അമിത്ഷയും പറഞ്ഞിരുന്നു താങ്കളുടെ ആശയങ്ങളിൽ വളരെ കോംപ്രമൈസ് ചെയ്തെന്ന്. വൈവിധ്യമാർന്ന ആശയങ്ങളെ താങ്കൾ ആദരിച്ചു എന്നും. അതിന് ഞാൻ മറുപടി തന്നതാണല്ലോ. വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. പിന്നെ നിങ്ങളും കാണുന്നുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ചോദിക്കുന്നതെന്ന്. ആരെയാണ് പിന്തുടരുന്നതെന്ന് ചോദിക്കൂ. കാൽക്കൽ വീണ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയല്ലേ. അത് ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തിട്ടുള്ളതല്ലേ. നോക്കൂ, താങ്കളും അത്ര മോശക്കാരനൊന്നുമല്ല. കാരണം താങ്കളും പലപ്പോഴും ദ്രോഹി എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് അവരെ അമിത്ഷയും നരേന്ദ്രമോദിയും താങ്കൾ ഒരു എടുപിടിയെന്നും വിളിച്ചു. ഞാൻ ഡമ്മീന്ന് ഡമ്മീന്ന് പറഞ്ഞില്ലല്ലോ. ആ, പാർട്ടിയെ തകർക്കാൻ അവര് തന്നെയല്ലേ കൂട്ടുനിന്നത്, ശരിയല്ലേ? ഈ പാർട്ടി 50 വർഷം മുന്നേ ബാലസാഹബ് താക്കറെയാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൂടി ഒരുപാട് പേർ പാർട്ടി വിട്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരെ പോയി. ജഗൻ വിപട്ട് പോയി, നാരായൺ റാണെ പോയി, അതുപോലെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. പക്ഷേ ആരും ഇതുപോലെ ടോട്ടൽ പാർട്ടിയെ തന്നെ പണയം വെച്ചതിന് തുല്യമല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ അതല്ലേ നടക്കുന്നത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ BJPയോടൊപ്പം ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട് ആശയങ്ങളെല്ലാം കാറ്റിൽ പറക്കാൻ വിട്ടെന്ന്. അതിന് കാരണം നിങ്ങളും ഉദ്ധവ് താക്കറെയാണ്. ഞാനായിട്ട് ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. പ്രശ്നം 2024 ജനങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളും. എനിക്ക് ഉറപ്പുണ്ട്. ഇലക്ഷൻ നടത്താൻ പറയൂ. ഇപ്പൊ ഒന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ നോക്കൂ. അത് ലോക്സഭയായാലും ശരി, ഏത് ഇലക്ഷൻ ആയാലും ശരി. മുംബൈക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു ഇലക്ഷനെ വെക്കാൻ പോകുന്നില്ല.
കുറെ നാളായി അതിനല്ലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ അവരെ തോൽപ്പിക്കുമെന്ന് അവർ ഭയക്കുന്നു. ഇത് വളരെ ക്രിട്ടിക്കലായ പൊസിഷനാണ്. നിങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഇലക്ഷനുള്ള ചിഹ്നം കൊടുത്തുള്ളൂ. പാർട്ടി താക്കറയുടെ പേരിലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താക്കറെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ, ഒന്ന് ഉദ്ധവ് താക്കറെയുടെ കുടുംബം, മറ്റൊന്ന് ബാലാസാഹിബിന് മറ്റൊരു കുടുംബം ഉണ്ടല്ലോ, ജയ്ദേവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെന്തിനാണ് ഷിൻഡെയുടെ ഒപ്പം പോയത്? ഒക്കെയോട്ടെ, അവരെ വിട്ടേക്ക്. ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ചാ പറയുന്നത്, കുടുംബത്തെ കുറിച്ചല്ല പറയുന്നത്. എന്റെ പാർട്ടി ഇപ്പൊ ഇവിടെ കുടുംബത്തിനെ കുറിച്ചല്ലേ ശ്രദ്ധിച്ചു സംസാരിക്കുന്നത്? കേട്ടോളൂ. ഏത് താക്കറെയാണോ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അവരെ മാത്രമേ കുടുംബം എന്ന് പറയുള്ളൂ. അപ്പൊ ആ താക്കറെയാണ് താക്കറെ, മറ്റുള്ളവരാരും താക്കറയല്ലേ? അതുപോലെ 50 താക്കറമാരുണ്ടാവും. അതായത് ഈ പറയുന്നത് കേൾക്കൂ, ഈ നാട്ടില് ബാലാസാഹിബിന്റെ മകനല്ലേ? ഈ നാട്ടിൽ 1000 ഗാന്ധിമാരുണ്ടാവും. അവരെല്ലാം മഹാത്മാഗാന്ധി ആയിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് മോദിമാരുമുണ്ട്. സുശീൽ മോഡിയുണ്ട്, ഇവിടെയും മോഡിയുണ്ട്, വേറെ എത്രയോ മോഡിമാരുണ്ട്. പിന്നെ അദ്ദേഹവും ബാലാസാബ് താക്കറെയുടെ മകനല്ലേ? ആയിക്കോട്ടെ, മകനായതുകൊണ്ട് എന്താ കുഴപ്പം? മകൻ എപ്പോഴും മകൻ തന്നെയല്ലേ. പാർട്ടിയുടെ സേനാപതി സേനാധിപതി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് താക്കറെ കുടുംബത്തിനോടൊപ്പം, അതായത് ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുടുംബത്തിന് ഇപ്പൊ രാജ് പങ്കുണ്ടല്ലോ താക്കറെയും അല്ലേ? പാർട്ടി ആരംഭിച്ചല്ലോ. അവരും കുടുംബമല്ലേ. ആ പാർട്ടി എവിടെയുണ്ട് ഇപ്പോ? ചിലർ അദ്ദേഹത്തിന്റെ കൂടെയും പോയി. രാജ് താക്കറെയും ഒരു നേതാവായിരുന്നു, എന്റെ സ്നേഹിതനായിരുന്നു, എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു വലിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പാർട്ടി ഇന്നെവിടെ? നിങ്ങൾ പറയൂ. അതായത് താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, താക്കറെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും താങ്കൾക്കറിയാം, ഉദ്ധവിനെ കുറിച്ചും എല്ലാം. ഏക്നാഥ് ഷിൻഡെയും താങ്കൾക്കറിയാം, നാരായൺ റാണയെ അറിയാം. സോ ഈ പ്രസന്റ് ഡേറ്റിൽ താങ്കൾ ഏക്നാഥ് ഷിൻഡെക്ക് എന്ത് ഉപദേശം നൽകും? ഞാനെന്ത് അഡ്വൈസ് ചെയ്യാനാ? അവരുടെ അഡ്വൈസർ ഡൽഹിയിലല്ലേ. ആരുടെ അഡ്വൈസും എടുക്കാനുള്ള അർഹത അവർക്കില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വരും, എന്റെ പുറകിൽ ഒരു ശക്തിയുണ്ടെന്ന്, അതും ഡൽഹിയിൽ. എന്നാ പിന്നെ ആ മഹാശക്തിയുടെ അഡ്വൈസ് തന്നെ വാങ്ങിയാ പോരെ. പക്ഷേ ജീവിതത്തിൽ വലിയൊരു പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പാപം ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുമായിരുന്നു. ഇതാണ് നിങ്ങൾ, ശിവസേന, ബാലസാഹിബ് താക്കറെ. വേറെ ഒരു കാര്യം അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാരോടും വിലപേശി വാങ്ങിയതല്ലെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പാർട്ടി വിട്ടിട്ട് പോ. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടേത്, എന്റെ ഇഷ്ടം എന്റേത്. എന്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ശരിക്കും ഒരു സിംഹമാണെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ മുഖം കാണിക്കേ, ഇലക്ഷനിൽ നിൽക്ക്. ആദിത്യ താക്കറെ ഒരിക്കൽ പറഞ്ഞതാണല്ലോ, ഞാൻ രാജി കൊടുക്കാമെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കെന്ന്, നമ്മൾ രണ്ടുപേരും ഇലക്ഷൻ നിന്നു നോക്കാമെന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ? അപ്പൊ അറിയാം പാലിന്റെയും വെള്ളത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ശിവസേനയുടെ പവറും അറിയും. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, അതിനുശേഷം ആപ്കെ അദാലത്തിൽ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. സർ, അത് രാഷ്ട്രീയക്കാരാണ്, കങ്കണ റണാവത്ത്. ശരി, അതിന് അവര് ഒരു ആക്ട്രസ് ആണ്, കലാകാരിയാണ്, രാഷ്ട്രീയക്കാരിയല്ല. അവർ പൊളിറ്റിക്കൽ ആക്ടർ. അവര് ചോദിച്ചില്ലേ മഹാരാഷ്ട്ര നിങ്ങളുടെ അച്ഛന്റെ സ്വത്താണോ? അതെ, അതെന്റെ അച്ഛന്റെ സ്വത്ത് തന്നെയാണ്. എങ്ങനെയത്? എന്ത് ചെയ്യണോ ചെയ്തോളാൻ പറഞ്ഞില്ലേ? ചെയ്തുവല്ലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജയ് റാവത്തിനോടാണ്. അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ സാമ്നിയുടെ എഡിറ്റർ സഞ്ജയ് റാവുത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം തന്റെ പേനയിൽ നിന്നും വിഷം വമിപ്പിക്കുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ താങ്കൾ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ പോലും അതിന്റെ പേരിൽ ഒരു കേസ് ഇടും. അങ്ങനെ നോക്കിയാൽ ദിവസവും താങ്കളുടെ പേരിൽ ഒരു കേസ് ഇട്ടോണ്ടേ. സാരമില്ലെന്നേ, ഇട്ടോട്ടെ. അവർക്ക് തോന്നുന്നത് ചെയ്തോട്ടെ. ആയിരക്കണക്കിന് കേസുകൾ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. 1992 ഒരു പ്രശ്നം വന്നില്ലേ ബോംബെയിൽ? അപ്പൊ എന്റെ പേരിൽ 160 കേസുണ്ടായിരുന്നു. എന്റെ എഡിറ്റോറിയൽസ്, ഞാൻ എഴുതിയത്, ഞാൻ പറഞ്ഞത്, അതെല്ലാം കോടതിയിൽ കൊണ്ടുപോയി. അത് തെറ്റാണെങ്കിൽ അങ്ങനെയെന്ന് അവർ തെളിയിക്കട്ടെ. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കള്ളമൊന്നും പറയാനുള്ള യാതൊരു സന്ദർഭവുമില്ല. കാരണം നവനീത് റാണ, മെമ്പർ ഓഫ് പാർലമെന്റ്, അവര് മാധോശ്രീയെ വിട്ടിട്ട് പുറത്തു വന്ന് ഹനുമാൻ ചാലീസ് വായിക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ താങ്കൾ പറഞ്ഞത് മാധോശ്രീയുടെ കാര്യത്തിൽ കളിക്കരുത്, ഭൂമിയിൽ 20 അടി കുഴി ഉണ്ടാക്കി അതിൽ മൂടുവെന്ന്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അതെ, ഞാൻ പറയുകയുണ്ടായി. ഞാൻ ഒരിക്കലും നുണ പറയില്ല.
ഞാൻ പറഞ്ഞത് മാധവശ്രീയുടെ അടുത്ത് കളിക്കണ്ട. അത് നവനീത് റാണിക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. മാധവിനോട് കളിക്കണ്ട. അത് ഞങ്ങൾക്ക് വളരെ പവിത്രമായൊരു സ്ഥലമാണ്. അവിടെ ബാലാസാഹിബ് താക്കറെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്ഥാപനമാണ്. ദയവ് ചെയ്ത് അതിലൊന്നും രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്ന്. ഹനുമാൻ ചാലിസ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. അതിന്റെ പേരിൽ മഹാരാഷ്ട്രയിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഹനുമാൻ ചാലിസ വായിക്കാൻ ശരി, പോകുന്നു. കുഴിച്ചു മൂടുന്ന വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതെ, ശരിയായ ദൈവം ഭൂമിക്ക് അടിയിലല്ലേ ഉള്ളത്. താഴെ പോയി നോക്കൂ, ഞാൻ നിങ്ങളെ അയച്ചുതരാമല്ലോ. അവര് തന്റെ ഭർത്താവ് പറഞ്ഞ കാര്യം പുറത്തു പറഞ്ഞതും അവരെ ബണ്ടി ബബ്ലിന്ന് താങ്കൾ ആ വിളിച്ചു. ബണ്ടി ബബ്ലിയാണ്, അതിലെന്താ തെറ്റ്? ഇത് നോക്കൂ, അതൊന്നും ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ജോക്കറിന്റെ കളിയല്ലേ. താക്കറെ കുടുംബം, ശരത് പവാർ സാറിന്റെ കുടുംബം, മഹാരാഷ്ട്രയിലെ വലിയ വലിയ കുടുംബങ്ങളുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ വിരിഞ്ഞ തകരെ പോലെ ഞങ്ങളോട് സംസാരിക്കാൻ വരരുത്. ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി അറിയും, കാരണം ഞങ്ങൾ അതുപോലെ ഇരിക്കുന്നവരാണ് ഈ നാട്ടിൽ. പിന്നെ താങ്കൾ നാരായൺ റാണയെ കുറിച്ചും സംസാരിച്ചില്ലേ? ഞാനാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. അതെ, കാരണം ഞാൻ എന്റെ അച്ഛനെ വിട്ട്, അതായത് ബാലസാഹിബിനെ വിട്ട് എവിടെയും പോയിട്ടില്ല. ഒരാൾക്കല്ലേ അച്ഛനാകാൻ പറ്റൂ, അതും ബാലാസാഹിബ് താക്കറുടേത്. ഞാൻ എന്റെ അച്ഛനെ വിട്ട് വേറൊരച്ഛനെ പോയി തേടിപ്പിടിച്ചതല്ല. എപ്പോഴും ഞാൻ എന്റെ അച്ഛനെ മാറ്റാറുമില്ല. ഒരേ ഒരു അച്ഛൻ തന്നെ. അവരൊക്കെ അപ്പപ്പ അച്ഛനെ മാറ്റുന്നവരാ. അങ്ങനെയുള്ളവരോട് ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയാവൂ, ഞാനാണ് അച്ഛൻ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അവര് പേടിച്ചോടിയെന്നാണോ? അതെ, അതിലെന്താണ് തെറ്റുള്ളത്? നിങ്ങൾ അദാലത്തിൽ എന്നെ ഇരുത്തി ചോദ്യം ചോദിച്ചിട്ടിരിക്കുന്നു, ഞാനതിന് മറുപടി പറയുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ പോയാൽ അപ്പൊ അത് ശരിയല്ലേ? ഭയന്നിട്ടല്ലേ എല്ലാവരും ഓടിപ്പോകുന്നത്. മറ്റതൊക്കെ വെറും പിച്ചും പെയ്യും. ഐഡിയോളജി, ഉദ്ധവ് താക്കറെ, അത് ഇത്, സഞ്ജയ് റാവുത്ത്, ഇതെല്ലാം വെറും നുണക്കഥകൾ. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ അവർ ഭയന്നു പോയിരിക്കുകയാണ്. സർ, അത് രാഷ്ട്രീയക്കാരാണ്. കങ്കണ റണാവത്ത്. ശരി, അതിന് അവര് ഒരു ആക്ട്രസ് ആണ്, കലാകാരിയാണ്, രാഷ്ട്രീയക്കാരിയല്ല. അവർ പൊളിറ്റിക്കൽ ആക്ടർ. താങ്കൾ അവരുടെ ഓഫീസിൽ ബുൾഡോസർ കൊണ്ട് ഇടിക്കാൻ നോക്കി. ഞാനെന്തിനു ചോദിക്കണം? സാമ്നയിൽ എഴുതിയിരിക്കുന്നു എല്ലാം നശിപ്പിച്ചു എന്ന്. അതെ, നശിപ്പിച്ചു. അത് എല്ലാ പേപ്പറിലും വന്നിട്ടുള്ള കാര്യമല്ലേ. അടുത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ വന്ന ഹെഡ്ലൈൻ നമുക്ക് എന്ന് പറഞ്ഞൊരു പാരമ്പര്യമുണ്ട്, അന്ന് എന്താണ് തലക്കെട്ടെന്ന് നോക്കാം. ജനങ്ങളത് കാണും, വായിക്കും. വേറെ എഡിറ്റോറിയൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നാട്ടിലുള്ള ജനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഒറിജിനൽ ലാംഗ്വേജിൽ വന്നാൽ അതെല്ലാവരും വായിക്കും. സോ ഒരു ചാലഞ്ച് കൊടുത്തു ആ പെണ്ണ്. അവർ അതാണ്- ചോദിച്ചില്ലേ മഹാരാഷ്ട്ര നിങ്ങളുടെ അച്ഛന്റെ സ്വത്താണോ? അതെ, അതെന്റെ അച്ഛന്റെ സ്വത്ത് തന്നെയാണ്. എങ്ങനെയത്? എന്ത് ചെയ്യണോ ചെയ്തോളാൻ പറഞ്ഞില്ലേ? ചെയ്തുവല്ലോ. ഈ നോക്കൂ, ഈ ഫൈറ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയോ? നിങ്ങൾ എന്തു വേണമെങ്കിലും വിമർശനം ചെയ്തോളൂ. തീർച്ചയായും അപ്പോ വിഷയം ഞാൻ സമ്മതിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സഹജമാണ്, ഇത് എപ്പോഴും നടക്കുന്ന കാര്യവുമാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ, മുംബൈ പാകിസ്ഥാനായെന്നാണ്. അത് പറയാൻ അവരാരാ? പറയൂ. മുംബൈ പാകിസ്ഥാനായി മാറിയോ? ഞങ്ങൾ മുംബൈയെ പാകിസ്ഥാനാകാതെ മാറാതെ നോക്കി. ബാലാസാഹിബ് താക്കറെ വീണ്ടും വീണ്ടും. ദാവൂദ് ഗ്യാങ്ങുമായിട്ട് ഞങ്ങളാണ് ഫൈറ്റ് ചെയ്തത്. അതിൽ ഞങ്ങളുടെ ആൾക്കാരാണ് മരിച്ചത്. ഷിൻഡേക്ക് അതിനെപ്പറ്റി എന്തറിയാം? ദാവൂദ് 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 എന്ന് പറയുന്നുണ്ടല്ലോ. ആ ദാവൂദിന്റെ ഗ്യാങ്, അത് പാകിസ്ഥാൻ ഗ്യാങ്ങിന്റെ കൂടെ ശണ്ടയിട്ടിട്ട് 1992-ൽ നമ്മുടെ 140ഓളം പേര് മരിച്ചു. അതിന്റെ പേരിൽ 40 കേസുമുണ്ട് എനിക്ക്. ഇപ്പോഴും കോടതിയിൽ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെ പറയാൻ പറ്റും മുംബൈ ഞങ്ങൾ പാകിസ്ഥാനായി മാറ്റിയെന്ന്? അവർക്ക് എന്തറിയാം? താങ്കൾ എടുക്കണമെന്ന് കരുതിയത് താങ്കൾ എടുത്തു. അത് ഗവൺമെന്റ് മുഖേന ചെയ്തു. അതെ, നോക്കൂ, നശീകരണ സ്വഭാവം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി അത് ചെയ്യാനുള്ള ടേൺ എന്റെ കയ്യിലാണുള്ളത്. ഞങ്ങളത് ചെയ്യുമ്പോൾ ആ ഓഫീസ് അവിടെ ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞു. ഈ വർഷം പടക്കം പൊട്ടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ദീപാവലിക്ക്, ഈ ദീപാവലിക്ക് 22 പേര് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങ് പോരുമെന്ന് പറഞ്ഞു. ഷിൻഡയുടെ ഗവൺമെന്റ് കമന്ന് വീഴുമെന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഹോളി എത്തിയല്ലോ. പിന്നെ ആ ദീപാവലിയുടെ കാര്യമുണ്ടല്ലോ, അതും ദീപാവലി സമയത്ത് ജയിലിൽ വെച്ച് തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. എന്റെ പേരിൽ ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമെന്ന്. അതെ, അക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഗവൺമെന്റ് ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിൽ മാസം കാണില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോർട്ടിൽ ഈ കേസിന്റെ ആർഗ്യുമെന്റ് നടന്നുകൊണ്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്.
പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്, സുപ്രീം കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും ഇവരൊക്കെ ഡിസ്ക്വാളിഫൈ ആകും. നോക്കിക്കോളൂ, ഇവിടെ നിന്ന് ഓടിപ്പോയവരെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഡിസ്ക്വാളിഫൈ ആവും, ഷിൻഡെ ഉൾപ്പെടെ. ഈ 40 പേരും ഡിസ്ക്വാളിഫൈ ആകും. ചില സമയത്ത് ഇതിനെ പകൽ സ്വപ്നമൊന്നും പറയാറുണ്ട്. ഇല്ല, ഇത് സ്വപ്നമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഉറങ്ങാറേയില്ല, പിന്നെങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് താക്കറെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് ബാലാസാഹിബും ഉദ്ധവ് താക്കറെയും രാഷ്ട്രീയത്തിൽ പിരിയാനുള്ള കാരണം അങ്ങേക്ക് അറിയാമോ? അത് അവരുടെ ഇഷ്ടം. വീട്ടിലാണെങ്കിലും 2-4 പേരാണെങ്കിലും അവർ വേറെ വേറെ വീട് വെക്കുന്നു. എല്ലാവർക്കും ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേ? അവരൊറ്റയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അവർ ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്? ചെയ്യാൻ പറ്റില്ലല്ലോ, അതെന്നെ കാര്യം. ഒരുപക്ഷെ അവർക്ക് തോന്നിയിരിക്കും തനിക്ക് വലിയ വലിയ കഴിവുകളുണ്ടെന്ന്. ഞങ്ങളുടെ പാർട്ടിയില്, ശിവസേനയില് ഇത്രയും കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ല പദവി കിട്ടിയില്ല? പിന്നെ സ്വന്തമായൊരു പാർട്ടി തുടങ്ങി, അതും നല്ല കാര്യം തന്നെ. ആര് വേണ്ടെന്ന് പറഞ്ഞു? നല്ല കാര്യം തന്നെ. ചില സമയത്ത് BJP കൂടെ, ചില സമയത്ത് അവരുടെ കൂടെ, ഇവരുടെ കൂടെ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെ വിചാരം ഞാൻ ക്ഷമിക്കുകയാണെന്നാ. ഷിൻഡെയുടെ വിചാരം അയാൾ പ്രധാനമന്ത്രിയാകുമെന്നാ. അതേപോലെ റാണെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാ ആദ്യം CM പിന്നെ PM ആവുമെന്നാ. അതിനുള്ള കഴിവും വിദ്യാഭ്യാസവും ഉണ്ടോ? എങ്കിൽ പോയി കാണിക്കേ. പിന്നെ രാജ് താക്കറെ, താങ്കൾ പറഞ്ഞത് ശരി, എഴുതിയത് ശരി, ബാലാസാബ് താക്കറെയുടെ റിഫ്ലക്ഷൻ ഉണ്ടെന്നും പറയുന്നു. ഇത് നോക്കൂ, ജോണി ലിവർ എല്ലാവരും മിമിക്രി ചെയ്യും. പിന്നെ രാജു ശ്രീവാസ്തവയും നന്നായി ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനെന്താ പറയാന്ന് വെച്ചാ അത് കുറച്ച് വ്യത്യാസമായിരിക്കും. സുനിൽ പാൽ. സുനിൽ പാർ. ഞാനതൊക്കെ കാണുന്നുണ്ട്. ബാലസാഹിബിന് ഇതൊക്കെ ഇഷ്ടമാ. എന്നെയും വിളിച്ചിട്ട് കൂടെ ഇരിക്കുന്നവരോടൊക്കെ അതിനെപ്പറ്റി പറയുമായിരുന്നു. ബാലാസാഹേബും ഇതുപോലെ പലരെയും മിമിക്രി ചെയ്തിട്ടുണ്ട്, ചില സമയം ഇതുപോലെ. അതിന്റെ അർത്ഥം ബാലാസാഹിബ് താക്കറെ ആവുമെന്നല്ല. ബാലാസാഹിബിനെ പോലെ ഞാൻ ചിലപ്പോൾ എഴുതും. നിങ്ങൾ എങ്ങനെ ഇതുപോലെ എഴുതുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇല്ലില്ല, ബാലാസാഹിബ് താക്കറെ എന്ന് പറഞ്ഞാൽ അവരാണ്. ഞാനവരെ മിമിക്രി ചെയ്യുന്നില്ല. Sir, it wouldn't be wrong to say that political plots nowadays are quite synonymous to movies. അതായത് ഒരു ഹീറോ, ഒരു വില്ലൻ, ഒരു എൻചാണ്ടിങ് സബ് പ്ലോട്ട്. നിങ്ങൾ ബാലാസാബ്ജിയെ പറ്റി ഒരു മൂവി ചെയ്തല്ലോ. അടുത്തത് ഞങ്ങൾ എന്താണ് കാത്തിരിക്കേണ്ടത്? ഏക്നാഥ് ഷിൻഡെയെ പറ്റി വരുമോ? ഇല്ലില്ല, അദ്ദേഹത്തെക്കുറിച്ച് പടം എടുക്കാൻ അവരത്രയ്ക്ക് അർഹനൊന്നുമല്ലല്ലോ. പക്ഷെ തീർച്ചയായും ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യും, ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ച്. ജോർജ് ഫെർണാണ്ടസ്, നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയണം. അദ്ദേഹം അങ്ങനത്തെ ഒരാളായിരുന്നു രാഷ്ട്രീയത്തിൽ. വെരി ഷാർപ്പ്, എന്തിനേയും ഭയപ്പെടില്ല. കാരണം അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പോലും ഭയപ്പെട്ടിട്ടില്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഒരാളും ഉണ്ടായിട്ടുണ്ട്. ബാലാസാബ് താക്കറെ, ജോർജ് സാബ്, അവരൊന്നും ആരെയും ഭയപ്പെടാറേയില്ല. ഇനി അഥവാ ജയിലിൽ പോകേണ്ടി വന്നാലും ഭയപ്പെടില്ല. സോ ജോർജ് സാറിനെ പറ്റി അതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അത് മനസ്സിലാക്കണം, അതാവശ്യം. ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ചുള്ള സിനിമ താങ്കൾ നിർമ്മിക്കാൻ പോയാണ്. വളരെ നല്ല കാര്യം. അദ്ദേഹം നല്ലൊരു നേതാവാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനും, എല്ലാവരുടെ സ്നേഹത്തോട് പെരുമാറും. ഇപ്പോ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സഞ്ജയ് റാവുത്തിനെതിരായ ഈ വിചാരണയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ ചെയ്തത് സഞ്ജയ് റാവുത്ത് സാറിനെയാണ്. പല ചോദ്യങ്ങളും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ ജഡ്ജിയായ റാം ത്രിപാലിനോട് ഇന്നത്തെ ജഡ്ജ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. സഞ്ജയ് റാവുത്തിന്റെ അടുത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി നൽകി. കൂടാതെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഓപ്പണായിട്ട് തന്നെ സംസാരിച്ചു. ഒരു കാര്യം ഞാനിവിടെ സമ്മതിച്ചേ മതിയാവൂ. സഞ്ജയ് എന്ന് വെച്ചാൽ ബുക്ക് എഴുതുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹം വളരെ വ്യത്യസ്തനും വിചിത്രമായ സ്വഭാവക്കാരനുമാണ്. പക്ഷെ സഞ്ജയ് റാവുത്ത് ഈ ആപ്കി അദാലത്തിലാണെങ്കിലും ശരി, പൊളിറ്റിക്സിലാണെങ്കിലും ശരി, ഇനി മാധ്യമരംഗത്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞേ മതിയാവൂ. അതായത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, അതായത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തെന്നാൽ ജീവിതത്തിന്റെ വിജയം വിനയത്തിലാണുള്ളത്, അത് വിജയത്തിൽ മാത്രമല്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു വിജയമുണ്ട്, അത് ഒരു മീഡിയ മാത്രമാണ്, അത്രയേ ഉള്ളൂ. അതൊരു ലക്ഷ്യമല്ല. അതായത് ലക്ഷ്യമെന്ന് വെച്ചാൽ സമൂഹ സേവനം മാത്രമാണ്. ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ പാടുള്ളതല്ല. ആ ഒരു രീതിയിൽ നമ്മൾ ഈ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെപ്പോലും കഷ്ടപ്പെടുത്തുവാനും പാടില്ല. അതുമാത്രമാണ് എനിക്കിപ്പോൾ അഡ്വൈസായിട്ട് പറയാനുള്ളത്. വേറെ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മറുപടികളും വളരെ കൺവിൻസിംഗ് ആയിരുന്നു, വളരെ വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്.
ഈ ആത്മവിശ്വാസത്തോടുകൂടി സഞ്ജയ് റാവത്ത് ഇതേ ധൈര്യത്തോടുകൂടിയും ഇതേ വേഗത്തോടുകൂടിയും മനസ്സിലുള്ളത് പറയും, അതേ ധൈര്യത്തോടുകൂടി പേന കൊണ്ട് എഴുതും, രാഷ്ട്രീയത്തിൽ പേടിക്കാതെ പ്രവൃത്തി തുടരും. ഇന്നത്തെ വിചാരണ ഇതോടെ തീരുകയാണ്. മറ്റൊരു അതിഥിയോടൊപ്പം ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.